وعلى آله وصحبه ورضوان الله أما بعد فقد قال الله تعالى في محكم تنزيله واذكر في الكتاب إبراهيم إنه كان صديقا نبيا. قال النبي من خفف الأستاذ بثلاث بلوى كذب للتلميذ أوله نسيان ما تعلم منه وفوت الرزق سوء الخاتمة. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറെ ആദരവുകളുള്ള ഉസ്താദുമാർ, പള്ളി കമ്മിറ്റി ഭാരവാഹികൾ, ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിലെ സാരഥ്യം വഹിക്കുന്ന ലീഡേഴ്സ്, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട മോമിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ആഖിറത്തിൽ പൊരുത്തപ്പെടുന്ന, വിജയിക്കുന്ന, ഉപകാരപ്പെടുന്ന ഒരമലായി സ്വീകരിക്കുമാറാവട്ടെ. ഞാനിങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇതിൻ്റെ സംഘാടകരായ ചെറുപ്പക്കാരായ കൂട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത്രയും കാലമായിട്ട് ഈ നാടിന് വിശേഷിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വളരെ സ്തുത്യർഹമായ മറുപടിയാണ് ആ കൂട്ടുകാർ പറഞ്ഞത്. ഒന്ന് ചാരിറ്റി, വിശേഷിച്ച് വിദ്യാഭ്യാസ മേഖലയിലെ പ്രോത്സാഹനങ്ങളും സഹായങ്ങളും, മെഡിക്കൽ മേഖലയിൽ ചെയ്യാനാവുന്ന സേവനങ്ങൾ കൂടി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് വിദ്യാഭ്യാസം നൽകുന്നതിനാണ്. പൊതുവേ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു സിസ്റ്റപ്രകാരം ബികോം സെക്കൻഡ് ഇയറിന് 2 പേപ്പർ ബാക്കാവുക, ഗൾഫിലേക്ക് മുങ്ങുക എന്നുള്ളതാണ് ഉള്ളത്. അത് നിങ്ങൾ ഇടപെട്ടിട്ട് നാട്ടിലെ എല്ലാവരും ഏറ്റവും ചുരുങ്ങിയത് PG എങ്കിലും എഴുതുന്ന രീതിയിൽ നിങ്ങളുടെ ഇടപെടൽ ഉണ്ടാവണം എന്ന് സൂചിപ്പിച്ചു. മറ്റു ആൾക്കാരൊക്കെ നന്നായി പഠിക്കുമ്പോൾ നമ്മൾ ഈ പഠന മേഖലയിൽ പിന്നിലാവുന്നത് ഒട്ടും ശരിയല്ല എന്നുകൂടി സൂചിപ്പിച്ചു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ബാക്കി പലരും ഗൾഫിൽ പോകുമ്പോൾ CV, ബയോഡാറ്റ, BPharm BDSൻ്റെ സർട്ടിഫിക്കറ്റ്, MBBSൻ്റെയും PharmD-യുടെയും സർട്ടിഫിക്കറ്റൊക്കെ എടുത്തു പോകുമ്പോൾ നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാർ ഗൾഫിലേക്ക് പോകുമ്പോൾ ഉണ്ട, മണ്ട, കാജ, കോലപ്പം, പുളിയച്ചാറൊക്കെ എടുത്തിട്ടാണ് പോക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നിങ്ങൾ ഇടപെട്ടിട്ട് നിർത്തണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അങ്ങനെയാണെങ്കിൽ ഒരു ഗോൾഡൻ 50 ആഘോഷിക്കുന്ന കാലത്ത്, ഒരു 50 വർഷം ആഘോഷിക്കുന്ന കാലത്ത് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മഹലിൽ വിശേഷിച്ചും ചുറ്റുവട്ടത്തും കുറേ എൻജിനീയേഴ്സും ഡോക്ടേഴ്സും അഡ്വക്കേറ്റും എല്ലാം നിങ്ങൾ ഇടപെട്ടതിൻ്റെ ഫലമായി ഉണ്ടാവും എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. വിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കളാകുന്ന മഹാന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ ചില ഇടങ്ങളിൽ പറയുന്ന പദപ്രയോഗങ്ങൾ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. അതിൽ നിന്ന് നമുക്ക് വിഷയം ആരംഭിക്കാം. സൂറത്തു മറിയമിൻ്റെ
41 ആയത്ത്. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഒന്ന് ഓർത്തു നോക്കൂ. ഉടനെ പറയാണ് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. ഇബ്രാഹിം നബി സത്യസന്ധനായ മനുഷ്യനാണ്. വാക്കിലും പ്രവർത്തനത്തിലും ഇടപാടുകളിലും ചിന്തയിലും എല്ലാ മേഖലയിലും സത്യസന്ധത ഉള്ള ആളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അതേ സൂറത്തിൽ തന്നെ കുറച്ചുകൂടി ആയത്തുകൾ കഴിഞ്ഞ് 51 ആയത്തെത്തിയപ്പോൾ ഖുർആൻ പറയാണ് വദ്കുർ ഫിൽ കിതാബി മൂസ. നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനെ ഒന്ന് പഠിച്ചു നോക്കൂ. ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യ. ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇനി 1-2 ആയത്തുകൾ കഴിഞ്ഞ് അടുത്ത ഒരു നബിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതെന്താ പറയണത്? വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ. നിങ്ങൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇന്നഹു കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ. വാക്ക് ലംഘിക്കാതെ ഒരാളോട് ഒരു കരാർ പറഞ്ഞാൽ, വാക്ക് പറഞ്ഞാൽ അത് ഏറ്റവും കൃത്യമായി നിർവഹിക്കുന്നിടത്ത് 1ാം റാങ്കുകാരനാണ് മഹാനായ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം. ഇങ്ങനെ ഇനിയും കുറേ ആയത്തുകളുണ്ട് കേട്ടോ. ഞാൻ ആ വിഷയം തൽക്കാലം ഒരു സെമിക്കോളിനിട്ട് നിർത്താം. എന്തിനാണ് ശരിക്കും ഈ നബിമാരെ കുറിച്ച് പറയുമ്പോൾ, മഹത്തുക്കളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു ക്വാളിറ്റീസ്, സ്പെഷ്യലായ ചില നന്മകൾ പറയണത്? ഈ നബിമാർക്ക് തന്നെ വേറെ പ്രത്യേകതകളൊന്നുമില്ലേ? ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സത്യസന്ധനാണ് എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി വേറെ ഇബാദത്തൊന്നും ചെയ്യല്ലേ? ഉണ്ടല്ലോ. പിന്നെന്തിനാ അത് തന്നെ പറഞ്ഞത്? അള്ളയാണ് പറയണത്, ഖുർആനിലാണ് പറയണത്, വെറുതെ പറയൂല. മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞ ക്വാളിറ്റിയിൽ മൂസാ നബി നോമ്പില്ലേ? മറ്റ് നിസ്കാരങ്ങളില്ലേ? ഇബാദത്തുകളില്ലേ? ഉണ്ട്. അതൊന്നും പറയാതെ ഇത് തന്നെ മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്താ? ഇസ്മായിൽ നബി അലൈഹിസ്സലാം വാക്ക് ലംഘിക്കാറില്ല എന്ന് പറയുമ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് വേറെ പ്രത്യേകതകളൊന്നുമില്ലേ? ഉണ്ട്. എന്നാ പോട്ടെ, ഈ പറഞ്ഞ പ്രത്യേകതകൾ ബാക്കി നബിമാർക്കില്ലേ? ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ക്വാളിറ്റീസ് പറയണത്? അത് ലളിതമായ ഭാഷയിൽ നമ്മുടെ നാടൻ ഉദാഹരണത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ നാട്ടിൽ നിന്ന് കുറ്റൂരിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ മാതമംഗലം പരിസരത്തു നിന്ന് എവിടെ നിന്നെങ്കിലും ഒരാൾ മരണപ്പെട്ടു. ഒരു കരീം ഹാജി 65-ാം വയസ്സിൽ മരണപ്പെട്ട ഉടനെ വാട്സപ്പ് ആകുന്ന എല്ലാ സോഷ്യൽ മീഡിയകളിലും മറ്റു ചുറ്റുവട്ടങ്ങളിലും എല്ലാവരുടെയും നാവുകളിലും വരുന്ന ഒരു വാക്ക്, നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, ഇതൊരു മനുഷ്യനാണ്. ഉടനെ തന്നെ അയാളെ കുറിച്ച് ഒരു ക്വാളിറ്റി വരും. ഇപ്പം പറയും, എന്തെങ്കിലും ഒന്ന് പറയും. എന്താ പറയല്? എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് ഫസ്റ്റ് എത്തുന്ന ആൾ മൂപ്പരാണ്. മൂപ്പര് നോമ്പൊക്കെ ഇല്ലേ? ഉണ്ട്. സക്കാത്ത് കൊടുക്കാറില്ലേ? ഉണ്ട്. പള്ളിനെ സഹായിക്കാറില്ലേ? ഉണ്ട്. നമ്മുടെ ഈ പദ്ധതിക്ക് സഹായം സ്വതക്ക കൊടുക്കാറില്ലേ? ഉണ്ട്. പിന്നെന്താ അത് തന്നെ പറയണത്? മൂപ്പരുടെ മാസ്റ്റർ പീസ് ക്വാളിറ്റി അതാ. പള്ളിയിൽ എപ്പോഴും വെള്ളിയാഴ്ച നേരത്തെ എത്തി, ഒന്നാമതെത്തിയിട്ട് ഒട്ടകം മറത്ത് സ്വതക്ക ചെയ്ത് കൂലി വാങ്ങുന്ന ആളാണ് കരീം ഹാജി എന്ന് എല്ലാവരും പറയുന്നു. വേറൊരു നഫീസ ഹജ്ജുമ്മ 85-ാം വയസ്സിൽ മരണപ്പെട്ടു. നമ്മുടെ പലരുടെയും ഉമ്മാമ. മരണപ്പെട്ട ഉടനെ, ന്യൂസ് വന്ന ഉടനെ നാട്ടുകാരുടെ നാവിൽ വരുന്ന വാക്ക് കേട്ടോളി, നല്ല പെണ്ണുങ്ങളാ. ഉടനെ വരും ഒരു ക്വാളിറ്റി. എന്താ ക്വാളിറ്റി വരിക എന്നറിയാം? ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കാൻ എന്തൊരാവേശാന്നറിയാം അവർക്ക്. എന്താ, ഒരു നോമ്പൊക്കെ ഇല്ലേ? സുബീസ്കരിക്കില്ലേ? പിന്നെന്താ അത് പറയണത്? അതാണ് അവരുടെ മാസ്റ്റർ പീസ് ക്വാളിറ്റി. ഇതേ
ഇതേപോലെ ഈ നബിമാരെ പ്രത്യേകിച്ച് ക്വാളിറ്റി പറയാണ്. ഇതേപോലെ നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് നമുക്കൊരു ആത്മീയ വിലാസം ഉണ്ടാവണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മണ്ണറയിലേക്ക് പോയാൽ നമ്മുടെ ഖബർ മണിയറയാക്കി തരാൻ ആ ആത്മീയ വിലാസത്തിന് കഴിയും. ഒരു ഷഫീഖ്, ഒരു റഫീഖ്, ഒരു റിയാസ് മരണപ്പെട്ടാൽ ഉടനെ നാട്ടുകാരുടെ നാവിൽ വരണം, നല്ല മോന, ഇത്ര പെട്ടെന്നാണ് മരിച്ചു പോയത്, നാട്ടുകാർക്ക് മുഴുവനും സേവനം ചെയ്യുന്ന പയ്യൻ. എന്തൊരു സ്വഭാവമായിരുന്നു ആ കുട്ടി. ഈ അടുത്ത് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ പാനൂര് കല്ലിടുക്ക് ഭാഗത്ത് ഞാനൊരു പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ട സഅദ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ അവിടുത്തെ സംഘാടകർ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. പരിചയപ്പെടുത്തിയിട്ട് പ്രസംഗത്തിനിടയിൽ ലാസ്റ്റ് ഉസ്താദ് ആ കുട്ടിക്ക് ദുആ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയാണ് സംഘാടകർ പരിചയപ്പെടുത്തിയേക്കുന്നത്. ശേഷം ആ നാട്ടിലെ കുറേ ചെറുപ്പക്കാരും വലിയോരും കൂടി വന്ന് പറഞ്ഞ കാര്യം എന്താ അറിയോ? വെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന കാലത്ത് എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കുന്നിടത്ത് ഉത്സാഹം കാണിക്കുന്ന മോനായിരുന്നു മരിച്ചുപോയ സഅദ് കല്ലിടുക്ക് എന്ന കുട്ടി. കണ്ടോ? ഇങ്ങനെ നമ്മളൊക്കെ മരണപ്പെട്ടാൽ നമുക്കൊരാത്മീയ വിലാസം ഉണ്ടാവണം. പള്ളിയിൽ നേരത്തെ പോകുന്ന ആൾ, എല്ലാ ജമാഅത്തിനും ഉള്ളയാൾ, മുത്തഅല്ലിമീങ്ങളെ നന്നായി സ്നേഹിക്കുന്നയാൾ, കുറേ സ്വലാത്ത് ചെല്ലുന്ന ആൾ, എപ്പോൾ നോക്കിയാലും ഖുർആനോത്താണ്, എല്ലാ സുന്നത്ത് നിസ്കാരം മൂപ്പര് നിസ്കരിക്കും. ഉസ്താദിൻ്റെ ദുആവും എല്ലാം കഴിഞ്ഞാലും മൂപ്പര് വിത്തറൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കാമണിക്കൂർ ദുആയിരുന്നിട്ടേ പോകുള്ളൂ. ഇശാ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് പള്ളിയിൽ നിന്ന് പോകുന്ന ആൾ മൂപ്പരാ. ജുമുഅക്ക് ഫസ്റ്റ് വരുന്ന ആളാ. ഇതൊക്കെ നമ്മളെക്കുറിച്ച് പറയേണ്ട, ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി. എല്ലാം പാടെ സിദ്ദീഖുല്ലാഹിനെ പോലെ നമുക്കില്ലെങ്കിലും ഒന്നെങ്കിലും നമ്മളെക്കുറിച്ച് പറയാൻ ഉണ്ടാവണം. ഒരു സ്ത്രീ മരണപ്പെട്ടാൽ മക്കളെയൊക്കെ ശരിക്കും നോക്കുന്ന ഉമ്മയാ, ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങിയ മോളാ. കണ്ട, അങ്ങനെ എന്തെങ്കിലും പാവം എത്ര കഷ്ടപ്പാടുണ്ടാവുമ്പോഴും സ്വതക്ക ചെയ്യുന്നിടത്ത് വലിയ ഉത്സാഹം കാണിച്ച പെണ്ണാണ്. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു അഡ്രസ് ഇവിടെ ഉണ്ടാവണം. നമ്മൾ മരണപ്പെട്ടാൽ 4 ആള് നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്നാണ്. ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും ആ മയ്യത്തിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജബത്, ആ മയ്യത്തിന് സ്വർഗം ഷുവറായിരിക്കുന്നു. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും. എന്താ സംശയം? ഇയാളുടെ ജീവിതത്തിൽ കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തെറ്റ് രഹസ്യ ജീവിതത്തിൽ വന്നതുകൊണ്ട് നാട്ടുകാർക്ക് അറിയാത്തതുകൊണ്ടാണ് എല്ലാവരും അയാളെ പുകഴ്ത്തുന്നത്. പള്ളി വൃത്തിയാക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു. നോമ്പൊക്കെ വന്നാൽ പള്ളി വൃത്തിയാക്കുന്നിടത്ത്, ഹൗള് കഴുകുന്നിടത്ത്, പള്ളിയുടെയും മദ്രസയുടെയും ചുറ്റുവട്ടത്ത് വേസ്റ്റുകളൊക്കെ പൊറുക്കിയെടുത്ത് ക്ലീനാക്കുന്നിടത്ത് നല്ല മോനാ എന്ന് എല്ലാവരും പറയുന്നുണ്ട് ആ മരിച്ചുപോയ ചെറുപ്പക്കാരനെ കുറിച്ച്. അവനാണെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ്റെ രഹസ്യ ജീവിതത്തിൽ കുറച്ച് തെറ്റൊക്കെ വന്നുപോയ മോനാ. നാട്ടുകാർക്ക് ആ രഹസ്യ ജീവിതത്തിലെ തെറ്റ് അറിയാത്തതുകൊണ്ടാണ് ഇവനെ പുകഴ്ത്തുന്നെങ്കിലോ എന്നൊരു ചോദ്യം കിതാബുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ശറഹ് മുസ്ലിമിൽ അതിന് മറുപടി പറയണത്, ആ രഹസ്യ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ പൊറുത്തു, അള്ളാഹു മാപ്പ് കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവും അടയാളവുമാണ് മുഅ്മിനീങ്ങളുടെ നാവിൽ അയാളെക്കുറിച്ച് നല്ലത് പറയുന്നത്. അയ്യോ, ഇങ്ങനെ നമ്മൾ നാട്ടുകാരെ കൊണ്ട് നല്ല പറയിപ്പിക്കണം. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ദുആയിരുന്നത്, വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പിൽക്കാലക്കാരെല്ലാം എന്നെക്കുറിച്ച് നല്ലത് പറയുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തി തരണേ അല്ലാഹ്. ലോകത്ത് ഏത് മതവിഭാഗവും ഓൾ ആൻഡ് ഓൾ ആയിട്ട് റെപ്യൂട്ടേഷൻ കൊടുക്കുന്ന ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നാട്ടുകാർ മുഴുവനും നല്ലത് പറയുന്ന രീതിയിലുള്ള ജീവിതം നമുക്കുണ്ടാവും. നേരെ തിരിച്ചുണ്ടാവരുത്. അയാൾ മരണപ്പെട്ടോ? ഏത്? ആ ചെറുപ്പക്കാരൻ. അൽഹംദുലില്ലാഹ്, ആ ഫിത്നൻ്റെ കൺവീനർ മരിച്ചല്ല, ദയവ് ചെയ്തിട്ട് അങ്ങനെ പറയിപ്പിക്കരുത്.
ആ ഹാജിയാർ മരിച്ചോ? അതെ. ഓ, ഇനി ഉസ്താദ്മാർക്ക് പള്ളിയിൽ അവിടെ സ്ഥിരമായിട്ട് നിൽക്കാലോ, മൂപ്പരുള്ളതുകൊണ്ടാണ് ഓരോ കൊല്ലം ഓരോ ഉസ്താദിനെ ഒഴിവാക്കുന്നത്. ദയവ് ചെയ്തിട്ട് പറയിപ്പിക്കരുത്. 4 ആൾ ഒരാളെക്കുറിച്ച് മോശം പറഞ്ഞാൽ അയാൾ നരകത്തിലെത്തും. കയ്യിലെ കൗണ്ടറും നിസ്കാരത്താമ്പ് നെറ്റിയിലും ഉണ്ട് എന്ന് അതുകൊണ്ട് രക്ഷപ്പെടാനൊന്നും നമ്മൾ വിചാരിക്കേണ്ട. മുഅ്മിനീങ്ങൾ എന്താണോ നമ്മളെക്കുറിച്ച് പറയണത് അതായിരിക്കും ആഖിറത്തിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പറഞ്ഞത്, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, മുഅ്മിനീങ്ങളുടെ മനസ്സിൽ അവരോടുള്ള ഇഷ്ടം അള്ളാഹു കൊടുക്കും. അള്ളാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ജിബ്രീൽ, ഞാൻ ഇന്ന ആളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നീ ഇഷ്ടപ്പെടണം. ഓക്കെ, ഞാൻ ഇഷ്ടപ്പെട്ടു. എല്ലാ മലക്കളോടും വിളിച്ചു പറയണം, എല്ലാവരോടും പറയും. ആകാശലോകത്ത് അയാൾ പ്രിയപ്പെട്ടയാളായി മാറും. ദെൻ എന്താ സംഭവിക്കുക? അയാളുടെ നല്ല കാര്യങ്ങളെല്ലാം നാട്ടിൽ പരന്ന് അയാളെക്കുറിച്ച് നല്ല ഫീഡ്ബാക്കുകൾ വന്ന് നാട്ടിലുള്ള നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും അയാളെ ഇഷ്ടപ്പെടും. അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ്. മുഅ്മിനീങ്ങളുടെ ഇഷ്ടം നമുക്ക് കിട്ടണം. ഒരാളുടെ പേരിൽ 100 ആൾ മയ്യത്ത് നിസ്കരിച്ചാൽ അയാൾ രക്ഷപ്പെടും. ഒരാളുടെ പേരിൽ 3 സഫ് ആൾക്കാർ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ അയാൾ രക്ഷപ്പെടും. ഇയാൾ ഓൾറെഡി സ്വർഗത്തിൽ പോകുന്ന ആളാണെങ്കിൽ എന്തിനാ ഇങ്ങനെയൊക്കെ ഹദീസിൽ പറയേണ്ട ആവശ്യം? 100 ആൾ മയ്യത്ത് നിസ്കരിച്ചാൽ, 3 സഫ് മയ്യത്ത് നിസ്കരിച്ചാൽ, ഇതെന്തിനാ അങ്ങനെ പറയണത്? അല്ലെങ്കിലും മയ്യത്ത് നിസ്കാരം വെച്ചതന്നെ എന്തിനാ? ഈ മനുഷ്യൻ്റെ പരലോക വിജയം മുഅ്മിനീങ്ങളുടെ നാവിലെ ദുആയിലൂടെ കിട്ടാനല്ലേ. അപ്പോൾ എല്ലാവരുടെ അടുത്തും നമുക്ക് ബ്ലാക്ക് മാർക്ക് വീഴാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം. ആദ്യം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്. നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളെക്കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടാവരുത്. നാട്ടിൽ മുഴുവനും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വീട്ടിൽ നമ്മൾ 0 ആകാൻ പാടില്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. പ്രളയം വന്നു, പരിസരത്തെ വീടുകളിൽ ചെളിയൊക്കെ കയറി വളരെ മോശമായി. ആ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ പെങ്ങളോ ഉമ്മയോ ഭാര്യയോ ആരോ പറഞ്ഞു, നിൻ്റെ ചെളിയുള്ള കാലോടെ ഇവിടെ കയറല്ല മോനെ, ഇവിടെ തുടച്ച് വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ, നീ ബാക്ക് സൈഡിലൂടെ വന്നിട്ട് കാലൊക്കെ കഴുകിയിട്ട് ആ ബാക്കിലൂടെ കയറും. ഞാൻ കയറിയിരിക്കും. എടാ പൊന്നെ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ചാരിറ്റി തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്, നാട്ടുകാർക്കല്ല നീ ഹീറോ ആവേണ്ടത്. വീട്ടിൽ ഫസ്റ്റ് ഹീറോ ആകുക, അതാ വേണ്ടേ. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിന്നെക്കുറിച്ച് നല്ല വർത്താനം ആദ്യം പറയേണ്ടത് നാട്ടുകാരല്ല, നിൻ്റെ ഭാര്യ, നിൻ്റെ പെങ്ങൾ, നിൻ്റെ ഉമ്മ, അവരാ ഫസ്റ്റ് നിന്നെക്കുറിച്ച് പറയേണ്ടത്. അവ നമ്മളെക്കുറിച്ച് നല്ല വർത്താനം പറയിപ്പിക്കണം. ആരെടുത്തുനിന്നാണ് ഫീഡ്ബാക്ക് കിട്ടേണ്ടത്? നമ്മുടെ വീട്ടിൽ നിന്ന്. ഇന്ന് മദേഴ്സ് ഡേയും കൂടിയാ. ഇസ്ലാമിലെ എല്ലാ ദിവസവും ഉമ്മാനെ പരിചരിക്കേണ്ട, അങ്ങനെ ഒരു പ്രത്യേക ദിവസം ഉമ്മാൻ്റെ ഒന്നിച്ച് സെൽഫി എടുക്കാനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഉമ്മാക്ക് നമ്മളോട് നല്ല അഭിപ്രായം ഉണ്ടാവണം. ഓൻ ഭയങ്കര തിരക്കുക, ഓനെ എനിക്ക് കിട്ടാറില്ല എന്ന് പറയാൻ പാടില്ല. പിന്നെ നീ ചെയ്ത സേവനത്തിനൊക്കെ എന്താ അർത്ഥമുള്ളത്? ഒരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ ഹിജറ വരാനൊക്കെ റെഡി ആയിട്ടാണ് ഉള്ളത്. എൻ്റെ പാരൻസ് എൻ്റെ വേർപാടിൽ വഹുമ യബ്കിയാനി, അവർ കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽഹിഖുഹുമ കമാ അബകൈതഹുമ, കരയിപ്പിച്ചതുപോലെ പോയി ചിരിപ്പിച്ചിട്ട് വരി, എന്നിട്ട് മതി നാട്ടുകാർക്കുള്ള സേവനം എന്ന്. കണ്ടോ? ഉമ്മക്ക് ഗുളിക വാങ്ങിക്കൊടുക്കാൻ സമയമില്ലാതെ പാവങ്ങളുടെ പെൺകുട്ടികളുടെ കല്യാണത്തിന് സേവനം ചെയ്യാനൊന്നും നീ മുതിരേണ്ടതില്ല എന്ന് മലയാളം. ചാരിറ്റി ബിഗൻസ് അറ്റ് ഹോം. വീട്ടിൽ നിന്ന് തുടങ്ങണം നമ്മളെ ചാരിറ്റി. നമ്മളെല്ലാവരും 1ാം റാങ്കുകാരാണ്, ഉമ്മൻ്റെ അടുത്തും ഭാര്യൻ്റെ അടുത്തും പെങ്ങന്മാരുടെ അടുത്തും. അങ്ങനെ സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, എല്ലാവർക്കും നമ്മളോട് ഇഷ്ടം കിട്ടുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതികളാണ് നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ അയാൾ ആഖിറത്തിൽ രക്ഷപ്പെടും.
നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാർത്ഥമായ ദുആ കിട്ടണമെങ്കിൽ നമ്മളെ ജീവിതത്തിൽ പിന്നീട് ദുആ ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എന്നാലേ നമ്മുടെ മണ്ണറ മണിയറയാക്കി തരാൻ നമ്മളെ മക്കളും നാട്ടുകാരൊക്കെ ഒന്നിക്കിൽ സിയാറത്ത്, അല്ലെങ്കിൽ സ്വതക്ക, അല്ലെങ്കിൽ ദുആ, അല്ലെങ്കിൽ ഖൈറാത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഹദിയ ചെയ്യുള്ളൂ. ഹനഫി മദ്ഹബുകാരനായ ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് കുറേ കിതാബുകൾ കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, ഇത്രയും കിതാബുകൾ എങ്ങനെയാണ് നിങ്ങൾ കളക്ട് ചെയ്തത്? മഹാൻ്റെ മറുപടി, എൻ്റെ വാപ്പ എനിക്ക് ഇത്രയും കിതാബ് വാങ്ങി തന്നതാണ്. ഞാൻ വലിയ ആലിമാവാൻ എൻ്റെ വാപ്പാക്ക് വലിയ താല്പര്യമുണ്ട്, അതുകൊണ്ടാണ്. ഈ വാപ്പ മരണപ്പെട്ടു. എല്ലാ ദിവസവും ഇശാ നിസ്കാരത്തിന് ശേഷം ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹു എന്ന മകൻ ദീർഘനേരം ഖുർആൻ ഓതും ഈ വാപ്പാക്ക് വേണ്ടിയിട്ട്. കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ ഈ വാപ്പ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, മോന് കൊടുത്തയക്കുന്ന സമ്മാനമൊക്കെ വാപ്പാക്ക് കിട്ടുന്നുണ്ട്, തുടരണേ, നിർത്തരുത്, ജസാക്കല്ലാഹു ഖൈറാൻ. എന്തുകൊണ്ടാണ് ഈ വാപ്പാന ഇത്രമേൽ ഈ മഹാൻ ഓർക്കണത്? ആ രീതിയിലാണ് ഈ മോനെ വാപ്പ വളർത്തിയത്, അതാണ് അതിൻ്റെ കാരണം. നമ്മുടെ ജീവിതകാലത്ത് എന്താണോ ചെയ്തത് അതായിരിക്കും നമ്മുടെ ബാലൻസ് ഷീറ്റും ഫീഡ്ബാക്കും ഉണ്ടാവുക. മീസാൻ കല്ല് തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന മീസാൻ കല്ല് ആവണമെങ്കിൽ ജീവിക്കുന്ന കാലത്ത് നല്ല നിലക്ക് ജീവിക്കണം. ഒരുപാട് ആൾക്കാരുടെ ഇഷ്ടം വാങ്ങി ജീവിക്കാൻ നമുക്ക് കഴിയണം. എൻ്റെ ആമുഖം നിർത്തിയിട്ട് വിഷയത്തിൻ്റെ കാമ്പിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക. ഒറ്റക്കുള്ള അമല കൊണ്ടൊന്നും കഴിച്ചലാവാൻ കഴിഞ്ഞോളന്നില്ല. കുറേ ആൾ ദ്വാർന്നിട്ട് വേണം നമുക്ക് സ്വർഗം കിട്ടാൻ. അതന്നെയാണ് ജീവിതത്തിലെ ഓരോ അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു ഭൂമിയിൽ നിന്ന് തരുമ്പോൾ ലക്ഷ്യമാക്കുന്നതും. ഈ ദുനിയാവിൽ നമുക്ക് ഏത് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിലും ആ അനുഗ്രഹങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ചു പൊളിച്ച് തിമിർത്താടുക എന്നുള്ളതല്ല ഇതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ. പിന്നെ എന്താ? മക്കളെ തന്നത്, സമ്പത്ത് തന്നത്, പിന്നെ മക്കൾ, സമ്പത്ത്, സമയം, ആരോഗ്യം, വാഹനം, ഇണ, ഇതൊക്കെ തന്ന എന്തിനാ ശരിക്ക്? ഇവിടുന്ന് അടിച്ചു പൊളിച്ച് തിമിർത്താടാനാണോ? അല്ല. പിന്നെന്തിനാ? ഈ അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആഖിറം വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. ലളിതമായ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു ഗസ്സിങ്. നമുക്കൊന്ന് കടന്നു നോക്കാം. ഭാര്യയെ ഒരു ചെറുക്കന് കൊടുക്കുന്ന എന്താ താല്പര്യം? അതിൻ്റെ അടിസ്ഥാനപരമായ താല്പര്യം എന്താ? ഈ ഭാര്യയെ കെട്ടലോടുകൂടി നീ വേറെ ഒറ്റ അന്യ പെണ്ണിലേക്കും നോക്കാതെ ഈ പെണ്ണിലൂടെ നിനക്ക് സ്വർഗം വാങ്ങാൻ കഴിയണം. ഇതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ അതാണ്. അതിന് അറബിയിൽ കിതാബ് ഭാഷ പറയുന്നതാണ് അൽ-ഇഅഫാഫ്, ചാരിത്ര ശുദ്ധീൻ എന്ന് പറഞ്ഞാൽ സെക്ഷലി നീ വേറെ എവിടെയും പോകാൻ പാടില്ല. ലൈംഗികപരമായ ഒരു അരാജകത്വത്തിലും നീ വീണു പോകരുത്. നിനക്കൊരു ഭാര്യയെ തന്നിട്ടുണ്ട്, ഇതാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ ഒരു ഭാര്യയെ തരുന്നതിൻ്റെ താല്പര്യം എന്താ? വേറെ ഒറ്റ പെണ്ണിലേക്ക് നോക്കാനോ അനുഭവിക്കാനോ ചാറ്റിങ്ങിനോ വീഡിയോ കോളിലോ പോകരുത്. വേറൊറ്റ ലക്ഷ്യമില്ല. ഇപ്പോൾ മനുഷ്യന്മാർ പൊതുവെ 3 വിധത്തിലാണ് ഉണ്ടാവുക. ദുനിയാവിലെ ഏത് അനുഗ്രഹത്തോടും 3 അപ്രോച്ചാണ് മനുഷ്യനുണ്ടാവുക. ഒന്നിക്കിൽ ഫസ്റ്റ് A+ ഗ്രേഡുകാരായ ഔലിയാക്കളുടെ ഒരു പോസ്റ്റ് ഉണ്ട്. അതേതാ? സുഹദ്. അവർക്ക് ഉള്ള സുഖം തന്നെ, അനുഗ്രഹങ്ങൾ തന്നെ അവർക്ക് വേണ്ട. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. കൊട്ടാരുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് അത് വേണ്ട, അതിനോടൊന്നും താല്പര്യമില്ല. ചില ആജിയാമാരെ കണ്ടിട്ടില്ലേ? കോടീശ്വരന്മാരായിരിക്കും, ശതകോടീശ്വരന്മാരായിരിക്കും, പക്ഷെ അതിനോടൊന്നും അവർക്ക് താല്പര്യമില്ല. ചെറിയ ഹവായുടെ ചെരുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. പണം ഉണ്ട്, അക്കൗണ്ടിലുണ്ട്, പോക്കറ്റിലുണ്ട്, ലോക്കറിലുണ്ട്, ബട്ട് പോക്കറ്റിൻ്റെ ബേക്കിലാകുന്ന ഹൃദയത്തിലില്ല. ഹൃദയത്തിൽ പണം പൂജിക്കുമ്പോഴാണ് സ്വതക്ക കൊടുക്കാൻ മടിയുണ്ടാവുക. ഒരു ബക്കറ്റ് കളക്ഷൻ ഇങ്ങനെ വരുമ്പോൾ 500 രൂപ കയ്യിൽ കുടുങ്ങിയാൽ തന്നെ അവിടെ വെക്കും.
50 കുടുങ്ങിയ താഴെ ഇടും. ഒരു 10ലേക്ക് ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൂപ്പരുടെ പോക്കറ്റിൽ മാത്രമല്ല പണം, പോക്കറ്റിൻ്റെ വേക്കിലാകുന്ന ഹൃദയത്തിൽ ഫെവിക്കോൾ കൊണ്ട് പറ്റി പിടിച്ചിട്ടുണ്ട് ആ പണം. അതുകൊണ്ടാണ് മൂപ്പർക്ക് ആ 500 ഇളകാത്തത്. അതേ മനുഷ്യൻ ഒരു 500 രൂപ തരാൻ പറ്റിയ ഒരു 10 ആൾ കൈവെക്കുന്ന ലാസ്റ്റ് ദുആഇൻ്റെ അന്ന് തങ്ങളോ വലിയ ഉസ്താദോ ചോദിച്ചാൽ മൂപ്പര് കൊടുക്കും. അതെന്തേ? അതിങ്ങനെ കൈവെക്കുമ്പോൾ ഒരു 500 ആൾ കണ്ട ഈ 500 മുതലാവും. അതെന്താ ബക്കറ്റിലിടാത്തത്? ആകാരം കാണൂല. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലളിതമായ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഒന്നാമത്തെ നിലപാട് എന്താണ്? സുഹദ്. ഉള്ളത് തന്നെ അവർക്ക് വേണ്ട. വലിയ വീടൊക്കെ ഉണ്ടാവും, താമസിക്കുന്നൊക്കെ ഉണ്ട്, മനസ്സിൽ പൂജിക്കൂല. ഒരു സാധനം മനസ്സിൽ പൂജിക്കുമ്പോഴാണ് അത് ഒരാൾക്ക് സ്വതക്ക ചെയ്യാനോ സക്കാത്ത് കൊടുക്കാനൊക്കെ മടിയുണ്ടാവുക. അതാണ് A+ ഗ്രേഡുകാർ സുഹദ്. സമ്പത്തൊക്കെ ഉണ്ട്, പോക്കറ്റിലുണ്ടെന്നേ ഉള്ളൂ, അക്കൗണ്ടിലും, പക്ഷെ ഹൃദയത്തിലേക്കില്ല. അതാണ് സുഹദ്, A+ ഗ്രേഡുകാർ. രണ്ടാമത്തെ ഒരു ടീമുണ്ട്, 5 വിഷയത്തിൽ 3 A+ഉം 1 Aയും 1 B+ഉം. ഖനാഅത്ത്. ഉള്ളത് അവർക്ക് വേണം, പക്ഷെ ആർത്തിയില്ല. ഉള്ളത് അവർക്ക് വേണം, ആർത്തിയില്ല. നേരത്തെ ടീമിന് ഔലിയാക്കൾ ഉള്ളത് തന്നെ വേണ്ട. ഇന്നലില്ലാഹി ഇബാദൻ ഫൂതന ത്വലഖുദ്ദുനിയ വഖാഫുൽ ഫീതന. അവർ ദുനിയാവിന് 3 തൊലാക്കും ചൊല്ലിയതാണ്. രണ്ടാമത്തെ ടീം ഉള്ളത് വേണം, പക്ഷെ ആർത്തിയില്ല. ആചാര്യ മോളെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ, റാത്തായോ? അൽഹംദുലില്ലാ. കടമൊക്കെ ഉണ്ടോ? അത് പിന്നെ ഒരു കല്യാണമൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു കടം അതൊക്കെ വീടും. മുപ്പൊരു പരാതിയൊന്നും പറയൂല. ഗോയിങ് ആസ് വെൽ. എന്തൊക്കെയുണ്ട് വർത്താനം? അൽഹംദുലില്ലാ, ഗോയിങ് ആസ് വെൽ. അടിപൊളിയായി പോകുന്നു. വീടൊക്കെ എടുത്തിട്ട് കുറേ ബാധ്യതയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെ നാട്ടുകാരുണ്ടാക്കിയതാണ്, വലിയ ബാധ്യതയൊന്നുമില്ല. മൂപ്പർക്ക് 2-3 ലക്ഷമൊക്കെ കടമുണ്ടാവും. അതൊന്നും വലിയ പരാതിയായിട്ട് മൊത്തം സ്റ്റാറ്റസിലിട്ടിട്ട് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ബക്കറ്റ് കളക്ഷനൊന്നും മൂപ്പര് മുതിരൂല. ഒരു അടിപൊളി ലൈഫ്, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കും. ഒരു പെണ്ണിനെ മൂപ്പര് കെട്ടി, വേറൊരു പെണ്ണിനെയും മൂപ്പര് ജീവിതത്തിൽ നോക്കിയിട്ടില്ല. ഭാര്യൻ്റെ അനിയത്തിലില്ല, ഏട്ടത്തിനില്ല, ഏട്ടൻ്റെ ഭാര്യനില്ല, അനിയൻ്റെ ഭാര്യനെ ഒന്നിലുമില്ല. മൂപ്പരെ ഭാര്യനല്ലാണ്ട് ജീവിതത്തിൽ കണ്ടിട്ട് തന്നെ ഇല്ല. അതാണ് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. ലാസ്റ്റ് ഫൈൽഡ് ആയ ഒരു ടീമുണ്ട്. 99% SLCയുടെ വിജയ ശതമാനമായിട്ടും തോൽക്കുന്ന ടീമുണ്ട് എന്നർത്ഥം. ഫൈൽഡ് ടീം. അതാരാ? ആർത്തിയുള്ളവർ. എത്ര കിട്ടിയാലും മതിയാവില്ല അവർക്ക്. ഉദാഹരണത്തിന് ഒരു സൽക്കാരത്തിന് പോയി, മന്തി, പൊറോട്ട, നൂൽപുട്ട്, ഡ്രൈ ചിക്കൻ, അൽഫാം ഇതൊക്കെ കഴിച്ചു. എന്നാലും മൂപ്പര് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആംബുലൻസിൻ്റെ ഓൺ അടിക്കുന്ന കഴിഞ്ഞിട്ട് മൂപ്പര് ചോദിക്കും പുഡിങ് ഇല്ലേന്ന്. അതും കൊടുത്തെന്ന് ചോദിച്ചോ. സ്ട്രോബെറി ഐസ്ക്രീം ഒന്നും ഇല്ലേന്ന്, അതും കൊടുത്ത്. എന്നിട്ടും മൂപ്പര് ഡൈനിങ് ഹാളിൽ നിന്ന് ഫ്രൂട്ട്സിൻ്റെ തളിക കിച്ചണിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ബത്തക്ക ആം. ഇതൊരു തരം ആർത്തിയാണ്, ആർത്തി. അങ്ങനെയാണ്. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, എന്നാലും ഉണ്ടാവും +2 പെൺപിള്ളേർ സ്കൂൾ വിടുന്ന സമയത്ത് മൂപ്പര് ബൈക്ക് എടുത്തിട്ട് പോകും. എന്നാൽ ഇനിയും കൂടി കെട്ടിച്ചു കൊടുത്ത് 2 കെട്ടിയെന്ന് വിചാരിച്ചോ, എന്നാലും ഉണ്ടാവും ഡിഗ്രി കോളേജിൻ്റെ മുമ്പിൽ ഇങ്ങനെ നോക്കിയേക്കണം. ഒരു തരം ആർത്തിയ, ആർത്തി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഇശ് ഖനുഅൻ ബിലാ ഹിർസിൻ വലാ തമഇൻ തഇശ് റഫീഅൽ ഖദ്രി വശാനി. നല്ല പ്രയോഗ. എടാ മോനെ, നിനക്ക് അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കൂ. അതിലാണ് ഏറ്റവും മച്ച് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഒരു പെണ്ണിനെ നമുക്ക് അള്ളാഹു തന്നത് എന്തിനാ? വേറെ ഒറ്റ പെണ്ണിലേക്കും നോക്കാതിരിക്കാൻ. അതുകൊണ്ടാണ് ശരീഅത്ത് നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നിടത്ത് അവിവാഹിതനായ ആൾ വ്യഭിചരിക്കുന്നതും വിവാഹിതനായ ആൾ വ്യഭിചരിക്കുന്നതിനും ശിക്ഷ മാറ്റമുണ്ട്. കടുപ്പം വിവാഹിതനായ ആക്കാം. കാരണം എനിക്ക് ഓൾറെഡി ഒരു പെണ്ണുണ്ടല്ലോ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യാ മഅ്ശറ ശബാബ്, ഓ ചെറുപ്പക്കാരെ, മനിസ്തതഅ മിൻകുമുൽ ബാഅ, നിങ്ങൾക്ക് ചെലവിന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, മഹർ വാങ്ങാനും പിന്നീട് ഭാര്യനെ പോറ്റാനൊക്കെ പറ്റുവാണെങ്കിൽ, ഫല്യതസവ്വജ്, കല്യാണം കഴിക്കടോ.
ഇങ്ങനെ ആയിട്ടില്ല, കോഴ്സ് തീരട്ടെ, ഏട്ടനുണ്ട്, പുല്ലും പണ്ടിയുണ്ട് എന്നെല്ലാം പറയുന്നതിനേക്കാൾ നല്ലതേ കെട്ടു, പ്രായാൽ കൊടുക്കാനും പോറ്റാനൊക്കെ പറ്റുവാണെങ്കിൽ ഫല്ലതസവ്വജ്. ചില ചെറുപ്പക്കാരുണ്ട് ആയില്ല, എത്ര വയസ്സായി? 28. ഇനിയപ്പോൾ മൂക്കി പല്ല് ആയില്ല എന്ന് പറയാൻ ഒരു പ്രത്യേക രസമാണ്. ആകുമ്പോൾ പിന്നെ നല്ലതിനെ കിട്ടുകയും ചെയ്യില്ല. വേഗം കെട്ടണം കുട്ടികളൊക്കെ, അത്രയും ഹറാമില്ലാത്ത ജീവിതം കിട്ടും. സമയത്തിൽ ലാഭമായിരിക്കും, സമ്പത്തിൽ ലാഭമായിരിക്കും, ആരോഗ്യത്തിൽ ലാഭമായിരിക്കും, എല്ലാം. ഇപ്പോൾ ഒരു 30-ാം വയസ്സിലാണ് ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുന്നത്. ഓൻ്റെ കൂടെ LKG മുതൽ PG വരെ പഠിച്ച ഓൻ്റെ അതേ സാലറി സ്കീമുള്ള ഒരു കൂട്ടുകാരൻ 25-ാം വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഈ 30-ാം വയസ്സിൽ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു ആയിട്ടില്ല, ആവട്ടെ, ഒരു ഡിപ്ലോമ കൂടിയുണ്ട്, ഒരു ജോലി സെറ്റ് ആവട്ടെ, ഖത്തറിലൊരു വിസ ഉണ്ട്, മറ്റേ കാറിനോർ നോക്കുന്നുണ്ട്, മറ്റേ ഇതാക്കുന്നുണ്ട്, ഇങ്ങനെ ഗോയിങ് ആയിട്ട് പോയതാണ്. 30-ാം വയസ്സിൽ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൻ്റെ ബേക്കോട്ടേക്ക് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. കുറേ ടർഫിൽ കളിച്ചതും പൈസ ചിലവാക്കിയതേ ഉണ്ടാവും. 25-ാം വയസ്സിൽ കല്യാണം കഴിച്ച് 30-ാം വയസ്സ് എത്തിയ ഓൻ്റെ കൂട്ടുകാരൻ ബേക്കോട്ടേക്ക് നോക്കുമ്പോൾ 1.5 എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രസവിക്കപ്പെട്ട കുട്ടി 3 വയസ്സുണ്ട്, മറ്റേത് ഗർഭിണിയാണ് 1.5. 2 മക്കളുണ്ട്. പിന്നെ വീടെടുക്കേണ്ട പ്ലാനൊക്കെ വെച്ച് സ്ഥലമൊക്കെ വാങ്ങിയിട്ട് കുറ്റിയടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. പിന്നെ മൂപ്പര് എല്ലാ ദിവസം സെക്ടർക്ക് ഭാര്യ മുത്തേ വരുന്നില്ല എന്ന് ചോദിച്ചിട്ട് മൂപ്പര് പോവുകയും ചെയ്യും. ഈ പിരാന്തൻ്റെ വേറെ പണിയൊന്നുമില്ല. ലാസ്റ്റ് സീൻ ടുഡേ തന്നെ 1.5 1:30. മൂപ്പരെ സമയം നഷ്ടം, സമ്പത്ത് നഷ്ടം. മറ്റോനോ കല്യാണം കഴിച്ചോൻ പൈസ വല്ലാണ്ട് അങ്ങനെ ഫുൾ ജാർ സോഡ, ഡ്രൈ ചിക്കൻ അങ്ങനെ വല്ലാണ്ട് ചിലവാക്കൂല. കാരണം നാളെ ഭാര്യൻ്റെ ഹോസ്പിറ്റൽ കേസാണ്, പിന്നെ അക്കീക്കത്ത് ഇറക്കണം, ചിലവിന് മക്കൾ സ്കൂൾ ഫീസ്, അതെല്ലാം ചിന്തിച്ചിട്ടേ മൂപ്പര് പൈസ ചിലവാക്കുള്ളൂ. മറ്റോനിക്ക് ഒന്നും പണിയില്ലല്ലോ, വേറെന്താ പണി? ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ഹൈറായ മേഖലയിൽ ചിലവഴിക്കാനാണ് വിവാഹം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ട്. അപ്പോൾ ഒരു പെണ്ണിനെ തന്നത് ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. ഇനി മക്കളെ തരുന്നതോ? നമുക്കെന്തിനാ അള്ളാഹു മക്കളെ തരുന്നത്? റേഷൻ കാർഡിൽ ചേർക്കാനോ, ആണ്ടിന് ചോറ് അധികം കിട്ടാനോ? എന്താ ഇപ്പം മക്കളെ കിട്ടുന്നതിൻ്റെ താല്പര്യം? 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ നമ്മളെ മക്കൾ ചെറുപ്പത്തിലേ മരിച്ചുപോയി, 1-ാം വയസ്സിൽ, 2-ാം വയസ്സിൽ, LKGയിൽ, UKGയിൽ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ, അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവായിരിക്കെ, പ്രസവിക്കപ്പെട്ട ഉടനെ, ഇങ്ങനെ ഏതെങ്കിലും വളരെ കുഞ്ഞിളം പ്രായത്തിൽ ആ കുട്ടി മരിച്ചു. ആ കുട്ടിനെ നമുക്ക് തന്നതിൻ്റെ താല്പര്യം എന്താ? ഫറത്വൻ ലി അബവൈഹി എന്നാണ് ആ കുട്ടിനെ കുറിച്ച് പറയൽ. എന്ന് പറഞ്ഞാൽ ഈ ഉപ്പിയും ഉമ്മയും മഹ്ശറയിലേക്ക് മരണപ്പെട്ട് പരലോകത്ത് എത്തുമ്പോൾ സ്വർഗത്തിൻ്റെ ഡോറിൻ്റെ അടുത്ത് വാം വെൽക്കം എന്ന ബാനർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിള്ളറ അള്ളാഹു കൊടുത്തത്. ചെറിയ മക്കൾ എന്ന് പറഞ്ഞാൽ മക്കൾ ചെറുപ്പത്തിൽ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് ഈ മക്കളുടെ ശഫാഅത്ത് കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നമ്മളെ മക്കൾക്കൊക്കെ നമ്മൾ മരിച്ചുപോയ മക്കൾക്ക് നമ്മൾ ആഖിറത്തിലെത്തുമ്പോൾ നമ്മൾ ഓർമ്മ ഉണ്ടാവുമോ? എത്രയോ മുന്നേ മരണപ്പെട്ടതല്ലേ. അതിന് തങ്ങളുടെ മറുപടി എന്താ അറിയോ? നിങ്ങളിപ്പോൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തുമ്പോൾ നേരത്തെ ബാങ്കിന് മുമ്പ് നിങ്ങളെ കണ്ട മക്കൾക്ക് ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോൾ ഓർമ്മ ഉണ്ടാവുമോ? ആ ഉണ്ടാവുമല്ലോ. എന്നാൽ ഈ ഓർമ്മയേക്കാൾ അതിശക്തമായ ഓർമ്മയായിരിക്കും ആ മക്കൾക്ക്. അതാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു വഫാത്താവുമ്പോൾ ഭാര്യ ഉമ്മുദർദാ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയുണ്ട്, നിങ്ങൾ പോകുകയാണല്ലോ എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ഭർത്താവ് ഭാര്യനോട് പറയുന്നുണ്ട്, മോളെന്തിനാ കരയണത്? നമ്മളെ 3 മക്കൾ ചെറുപ്പത്തിൽ മരിച്ചിട്ടില്ലേ, അവർ നമ്മളെ സ്വർഗത്തിൽ കാത്തിരിക്കൂലേ, പിന്നെ എന്തിനാ ബേജാറ്? പരലോകത്തിങ്ങനെ ചില കുട്ടികൾ ഇങ്ങനെ ഓടിക്കളിക്കും. എൻ്റെ ഉപ്പെടുത്ത് അയിന അബി, വേർ ഈസ് മൈ ഫാദർ, ഇങ്ങനെ ഓടിക്കളിക്കും. അപ്പോൾ ഈ കുട്ടികളെ ചില ആൾക്കാർ വിളിച്ചിട്ട്, മോനെന്തേ? എൻ്റെ ഉപ്പാനാ എനിക്ക് സ്വർഗത്തിലേക്ക് എത്തിക്കണം എന്ന്. മോനെ എന്നെ എങ്ങനെയെങ്കിലും, നിങ്ങളെൻ്റെ ഉപ്പയല്ലല്ലോ എന്നിട്ട് ആ കുട്ടി പിന്നെയും ഓടിയിട്ട് ഉപ്പാനെ സെർച്ച് ചെയ്ത് പിടിച്ച് കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കത്രേ. അപ്പോൾ ചില ഉപ്പന്മാരുടെ ഒക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. ആ കാരണം കൊണ്ട് മലക്കൾ ഈ കുട്ടികളോട് പറയും, നിങ്ങൾ സ്വർഗത്തേക്ക് പോയിക്കോളി ഉപ്പ്. അപ്പോൾ ഈ കുട്ടികൾ വാശി പിടിക്കും. ഈ കുട്ടികൾക്ക് പൊതുവേ ഒരു വാശി ഉണ്ടാവും. ഈ കാക്കക്ക് മാത്രം ചോപ്പ് ചംസ് വാങ്ങി കൊടുത്തിട്ട് എനിക്ക് അങ്ങനെ ഒരു പിള്ളേർ വെറുതെ ഇങ്ങനെ കരയിലും ചെയ്യും. വെറുതെ ഒരു വാശിയൊക്കെ ഉണ്ടാവും. അപ്പോൾ മലക്കൾ അള്ളാൻ്റെ അടുത്ത് പറയും, ആ ചോട്ട സ്വർഗത്തേക്ക് പോകണില്ല. എന്തേ ചെയ്യും? ഓൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും സ്വർഗത്തേക്ക് എത്തിക്കാതെ ഓൻ പോകില്ല എന്നാണ് പറയണത്.
എടാ മോനെ, ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എൻ്റെ ഉപ്പാനും മോനെ സ്വർഗത്തിലേക്ക് എത്തിക്കൂടോ, നീ പോട്, ഞാൻ പോവില്ല. ഓ അത് ശരി. അപ്പോൾ അള്ളാഹിനോട് വീണ്ടും മലക്കൾ പോയിട്ട് പറയും എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അള്ളാഹ് പറയും, ആ മക്കളെ നരകത്തിൽ കിടത്താൻ ഒരു വകുപ്പില്ല, ആ പിള്ളേർ എന്തായാലും സ്വർഗത്തിൽ പോകണം, ചെറിയ മക്കളല്ലേ, ഒരാഗ്രഹമല്ലേ, പോയിക്കോട്ടെ. അതുകൊണ്ടാണ് സ്വാലിഹീങ്ങളൊക്കെ ഇങ്ങനെ ദ്വാരക്കുമ്പോൾ പറയും അത്രേ, എൻ്റെ മോന് വലുതായിട്ട് നന്നാവുന്നൊന്നും ഇല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ മരിപ്പിച്ചേന്ന്. എന്നാൽ സ്വർഗത്തിലേക്ക് ഒരു ബാനർ പിടിക്കാൻ, ചാവി, നേരത്തെ ടിക്കറ്റ് കൺഫേം ആക്കാൻ ഒരാളുണ്ടല്ലോ എന്ന്. അതാണ് മക്കളെ തരുന്നതിൻ്റെ ഒരു ലക്ഷ്യം. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷനാണ് ഉള്ളത്. എന്താ, മക്കൾ ചെറുപ്പത്തിലൊന്നും മരിച്ചിട്ടൊന്നുമില്ല, നമ്മളൊക്കെ വളർന്ന് അവരും വളർന്നു, നമ്മൾ മരണപ്പെട്ടു, പിന്നെയും അവർ ലൈവായിട്ടുണ്ട്, ജീവിക്കുന്നുണ്ട്. ആ മക്കളെ തന്നതിൻ്റെ താല്പര്യം എന്താ? വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ആ മക്കളെ തന്നതിൻ്റെ താല്പര്യമുള്ള ഹദീസായി പറയണം. വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. നമ്മളുടെ ഖബർ മണിയറയാക്കി തരാൻ ഇവിടെ നല്ല മക്കൾ ഉണ്ടാവണം. അപ്പോൾ മക്കളെ തന്നതിൻ്റെ താല്പര്യം എന്നാ? ആഖിറ വിജയിക്കാൻ. സമ്പത്ത് എന്തിനാ തരുന്നത്? സമ്പത്ത് എന്തിനാ തരുന്നത്? സമ്പത്ത് തരുന്നതും ഈ സമ്പത്ത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക, എന്നിട്ട് സ്വർഗം വാങ്ങുക. അങ്ങനെ വാങ്ങിയവരുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ആ റാങ്കുകാരിൽ വലിയ സ്ഥാനത്തുള്ളവരാ. സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങൽ എങ്ങനെ എന്ന് നമ്മളെ പഠിപ്പിച്ചെന്ന നേതാക്കളാണ് അവർ. സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങാൻ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, സമ്പാദിക്കുന്നത് ഹലാലാവണം. പല ഷെയർ ബിസിനസ്സുകളും ഇസ്ലാമിക ഫിഖ് അംഗീകരിക്കാത്ത കണ്ടീഷൻസുകൾ വെച്ച് നടത്തുന്ന ഷെയർ ബിസിനസ്സുകൾ വ്യാപകമായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ജോയിൻ ചെയ്യുമ്പോൾ ഫിഖ് നന്നായി പഠിച്ച ആലിമിനോട്, ഉസ്താദിനോട് ചോദിച്ചിട്ടല്ലാതെ നമ്മളാരും ഓൺലൈനായാലും ഓഫ്ലൈനായാലും ബിസിനസ്സിൽ ഏർപ്പെടരുത്. ഹറാമായ ബിസിനസ്സിൽ സമ്പാദിച്ച പണം കൊണ്ടാണ് നമ്മളെ ഭാര്യയെയും മക്കളെയും പോറ്റുന്നതെങ്കിൽ നമ്മുടെ ദുആ സ്വീകരിക്കൂല എന്ന് മാത്രമല്ല, അവർ നന്നാവുകയും ചെയ്യൂല. എത്ര പള്ളി ദർസിലേക്ക് കൊണ്ടുവിട്ടാലും, എത്ര നിങ്ങൾ അവർക്ക് കൺസൾട്ടിങ്, ഡി അഡിക്ഷൻ സെൻ്ററുകൾ, കൗൺസിലിംഗ് കൊടുത്താലും അവർ നന്നാവില്ല. എന്താ ചെയ്യ ഉസ്താദ്, എൻ്റെ പൈസ മൊത്തം തീർന്നത് ഇവനെ കൊണ്ടാണ്, ഇവൻ നന്നാകുന്നില്ല എന്ന് വെറുതെ പരാതി പറയേണ്ടി വരും. സമ്പാദിക്കുന്ന പണം ഹലാലാവണം, ചെലവഴിക്കുന്ന മേഖല ഇബാദത്തിലും ആവണം. എന്നാൽ ആ സമ്പത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുക. പല ചെറുപ്പക്കാരും പുതിയ കാലത്ത് മോഹവാഗ്ദാനങ്ങളിൽ പെടും. ശരിക്കും നല്ല ഡിഗ്രിയും പി ജിയൊക്കെ പഠിച്ച നല്ല ബുദ്ധിയുള്ള ബ്രില്യൻസായ മക്കളായി പെടുന്നത്. ഞാനിങ്ങനെ വിചാരിക്കില്ല, ഈ കുട്ടികളൊക്കെ എങ്ങനെ പെട്ടുപോയത്. എടാ, നീ ഒരു 3 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, മാസത്തിൽ 25,000 ഒക്കെ ലാഭം കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എങ്ങനെ കിട്ടുന്നത്. പിന്നെ ഒരു കാറും തരാന്നൊക്കെ പറയും. ഇവൻ അങ്ങ് വീഴും. ഇവൻ എങ്ങനെയാണ് ഈ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക? അങ്ങനെ പെട്ട് ഉമ്മാൻ്റെ പെങ്ങളെ ഭാര്യൻ്റെ സ്വർണം വിറ്റ് പിന്നെ അങ്ങനെ ഷോപ്പ് തുടങ്ങി, കിഡ്സ്, ജെൻസ്, ലേഡീസ്, മറ്റേ ഷോപ്പ് തുടങ്ങി, അങ്ങനെ തുടങ്ങി ലാസ്റ്റ് 38 ലക്ഷം കട ആയതിനു ശേഷം ഗൾഫിലേക്ക് മുങ്ങും. ജീവിതത്തിൽ ഒരാളെ പറ്റിക്കാത്ത, ഒരു തഹജ്ജുദ് ഒഴിവാക്കാത്ത, ഒരു ളുഹയും മിസ്സാക്കാത്ത, ഒരാളോടും കളവ് പറയാത്ത ഈ പൊന്നുമ്മയായ വയസ്സായ ഉമ്മ ഉപ്പാൻ്റെ അടുത്തേക്ക് കടക്കാർ തെറി വിളിച്ചിട്ട് വരും. എന്താന്ന് പറഞ്ഞിട്ട് യാചിക്കാരൻ്റെ മുഖം നോക്കിയിട്ട് തെറി വിളിക്കും. അന്ന് നമ്മുടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കണ്ണിന്ന് ഒരു തുള്ളി കണ്ണീര് വീണാൽ മതി നമുക്ക് നരകം കിട്ടാൻ. ഇതാ പല പിള്ളേരും ചെയ്തു കൂട്ടുന്ന ചെയ്തികൾ, വൃത്തികേടുകൾ. മോഹവാഗ്ദാനങ്ങളിൽ ഇങ്ങനെ പെടില്ല. നിങ്ങളുടെ കയ്യിൽ 25,000 രൂപയുണ്ടോ? കോടീശ്വരനാവാം. ഇക്കാറും അധ്വാനിച്ച് പണിയെടുത്തിട്ട് ഡെയിലി കൂലി വാങ്ങി ജീവിക്കുന്നല്ലാതെ ഇങ്ങനെ പെടാപ്പെടലിൽ പെടുക. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. പലിശയൊക്കെ ഇങ്ങനെ നിരങ്ങി അമരുന്ന കാല.
എന്തെല്ലാം പലിശകൾ ഫർണിച്ചർ ഷോപ്പുകാർ, ജ്വല്ലറിക്കാരൊക്കെ തരുന്ന ചില ഓഫറുകളൊക്കെ കേട്ടാൽ, നിങ്ങളുടെ പെങ്ങളുടെ കല്യാണം 4 മാസം കഴിഞ്ഞിട്ടല്ലേ, ഇപ്പം പണം അടച്ചോളി, അന്ന് പിന്നെ പൈസ കൂടിയാലും കുറഞ്ഞാലും ഈ പൈസക്ക് തന്നെ തരാം, പിന്നെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തരാം, കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാധകമല്ല. ആ കച്ചവടം ഹലാലാണോ? ഓരോ മാസത്തിൽ 500, 5000 അല്ലെങ്കിൽ ഇത്ര പൈസ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ തരാം, സ്വർണം തരാം, പണിക്കൂലിയില്ല എന്ന ലാഭം, അത് ഹലാലാണോ? പഠിച്ചു നോക്കൂ ഒന്ന്. അതാണ് ഞാൻ ഇതിൻ്റെ പ്രിഫേഴ്സിൽ തന്നെ പറഞ്ഞത്. ഏത് ഇടപാട് നമ്മൾ നടത്തുമ്പോഴും ഫിഖ് അറിയുന്ന, മതം പഠിച്ച ഒരാലിമിനോട് മുഷാവറ നടത്തിയിട്ടേ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഇടപെടാനും ജോയിൻ ചെയ്യാനും പറ്റുള്ളൂ. അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു ഒരാൾക്ക് പണം കടം കൊടുത്തു. അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു അയാളുടെ അടുത്ത് നിന്ന് പണം തിരികെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അയാളുടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല എന്ന് മാത്രമല്ല, അയാൾ ക്ഷണിച്ചപ്പോഴും അയാളുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ നിന്നു. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ നൽകാനുള്ള പണം തിരികെ തരാം, നിങ്ങളെന്ത് ഈ നട്ടുച്ച വെയിലത്ത് നിൽക്കണത്? ഏറ്റവും ചുരുങ്ങിയത് വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്നില്ലെങ്കിലും ഈ ബാൽക്കണിയുടെ അല്ലെങ്കിൽ ഈ സൺഷെയ്ഡിൻ്റെ തണലെങ്കിലും കൊണ്ടൂടെ, ഒന്ന് സൈഡിലേക്ക് നിൽക്കൂ. വേണ്ട. വൈ നോട്ട്? എന്തുകൊണ്ട് വേണ്ടെന്നാണ് പറയണത്? മഹാൻ്റെ മറുപടി ശ്രദ്ധേയമായ മറുപടിയാണ്. എന്താ മറുപടി പറഞ്ഞതെന്നറിയോ? ഞാൻ നിങ്ങൾക്ക് 10,000 കടം തന്നു, ഉദാഹരണം. ആ 10,000 നിങ്ങൾ എനിക്ക് തിരികെ തരും, ശരി. അതിൻ്റെ കൂടെ നിങ്ങളുടെ വീടിൻ്റെ തണൽ കൂടി ഞാൻ അനുഭവിച്ചാൽ 10,000 നിങ്ങൾ എനിക്ക് തരും, പ്ലസ് നിങ്ങളുടെ ഷാഡോ, തണൽ കൂടി. അത് പലിശ ആവുമോ എന്ന് പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടുമുറ്റത്ത് തന്നെ നിലയുറപ്പിക്കണത്. ഈ സൂക്ഷ്മതയുള്ള മഹാന്മാരുടെ മുമ്പിലേക്കല്ലേ നമ്മൾ ആഖിറത്തിലേക്ക് എത്തേണ്ടത്? ഇത് ചെറിയ ലാഭത്തിനൊക്കെ വേണ്ടിയാ ചിലർ എന്തൊക്കെ ഉടായ്പ കളിക്കലെന്നറിയോ? പിന്നെ ഏട്ടനായതുകൊണ്ട് നമുക്കിങ്ങനെ വലിയ ലാഭം എടുക്കാനും പറ്റില്ല. ഞാനിങ്ങനെ ഡയറക്റ്റ് എങ്ങനെ ഏട്ടനോട് അങ്ങനെ പറയൽ, കുടുംബമെല്ലാം പോയില്ലേ, നിങ്ങളൊന്ന് ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിക്കും, ഞാൻ എന്തെങ്കിലും തരാമെന്ന്. എന്തെല്ലാം ഉടായ്പാണ് ഒരേട്ടനോട് ഇതെല്ലാം കളിക്കുക. ഒരു 500 എക്സ്ട്രാ കിട്ടാനാണ് ഈ കളിക്കണത്. എന്താ ഈ 500 എക്സ്ട്രാ കിട്ടിയിട്ട് വേണ്ടത്? സമ്പാദിച്ചത് ഹലാലാണെങ്കിൽ അതിന് ഹിസാബ് ഉണ്ടാവും, ഹറാമാണെങ്കിൽ ശിക്ഷ ഉണ്ടാവും. എന്തിനാ ഇപ്പോൾ സമ്പാദിക്കണത് ആ വഴിക്കൊക്കെ? അപ്പം സമ്പത്ത് നമുക്ക് തന്ന എന്തിനാ? ആഖിറത്തിൽ രക്ഷപ്പെടാൻ. ഇടയിൽ ഒരു കാര്യം പറയാം. ഇവിടെ കവർ വിതരണം നടത്തി കഴിഞ്ഞു എന്നാണോ പറഞ്ഞത്? കുട്ടികൾ നടത്തിയെന്നോ? നടത്തി. ആ, കവർ വിതരണം നടത്തും. അപ്പോൾ ഉമ്മമാരും ഉപ്പമാരും വിശേഷിച്ച് ഈ പരിപാടിയെ മനസ്സിൽ കരുതി നല്ല സ്വതക്കുകളൊക്കെ കൊടുക്കണം. കുട്ടികൾക്ക് ഹൈറായ കാര്യങ്ങൾ ചെയ്യാൻ പ്രചോദിപ്പിക്കണം. തെറ്റിലിങ്ങനെ അഭിരമിച്ച് കാലം തീർത്ത് മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവനവനിസത്തിലേക്ക് ഒതുങ്ങിക്കൂടി ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് തിരികെ കയറ്റിയിട്ട് ലാസ്റ്റ് സീൻ ടുഡേ 1:35, 12:36 ആയിക്കൊണ്ടിരിക്കുന്ന പുതിയ ആൽഫ ജനറേഷൻ കാലത്ത് ചാരിറ്റിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മെഡിക്കൽ മേഖലയിലെ സ്തുത്യർഹമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഈ കൂട്ടായ്മ തീർത്തും അഭിനന്ദനാർഹമാണ്, സ്തുത്യർഹമാണ്, അപ്രീഷിയേറ്റഡ് ആയ കാര്യമാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് ബാധ്യതയും കടവും പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്യണം. അവരുടെ ഓരോ സമയങ്ങളും നല്ലതിനു വേണ്ടി ചെലവാക്കാനാണ് ഈ കൂട്ടായ്മ എന്നുള്ളത് അറിയാൻ പറ്റി. അള്ളാഹു എല്ലാ പദ്ധതികളും ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സമയം എന്തിനാ അള്ളാഹു തരുന്നത്? സമയം തരുന്നത് അദ്ദുന്യാ സ്വാഅ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ സമയമാണ്. ഫജഅൽഹാ ത്വാഅ, അതൊക്കെ ഇബാദത്താക്കി മാറ്റാനാണ്. ഒരാൾക്ക് അള്ളാഹു 1000 കൊല്ലം ആയുസ് തന്നു കൊടുത്തു എന്ന് വിചാരിക്കും. 1000 കൊല്ലം മൂപ്പര് മരിച്ചു. പിന്നെ അള്ളാഹു വിചാരിച്ചു 1000 കൊല്ലം കൂടി കൊടുത്തേക്കാം, 2000 കൊല്ലം കൊടുത്തു. ഈ 2000 കൊല്ലം ജീവിച്ചിട്ട് യൂട്യൂബിൽ ഫുൾ വീഡിയോസ് കണ്ടു തീരാൻ കഴിയുമോ? ഇല്ല, ഇനിയും വീഡിയോസ് ബാക്കിയുണ്ടാവും. അതുകൊണ്ട് ഇത് കണ്ടു തീർക്കലല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അജണ്ട. മെസ്സി ബൂട്ട് കെട്ടും, ക്രിസ്ത്യാനോ ബൂട്ട് അയക്കും. ഇത് റീൽസിൽ കണ്ടു തീർക്കലല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പദ്ധതി. നമുക്ക് ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവണം. ആരുടെയും ബൂട്ടിൻ്റെ അടിയിൽ പണയം വെക്കാനല്ല നമുക്ക് തല തന്നത്. ഈ കട്ടൗട്ടും ഫ്ലെക്സൊക്കെ കെട്ടാൻ വേണ്ടി ഈ മതിലിൻ്റെയും അപ്പുറത്തെ മരത്തിൻ്റെ ഒക്കെ മേലെ കയറുന്ന ചെറുപ്പക്കാരില്ലേ? യെസ്, ഈ മോന് താഴെ ഇറങ്ങൂല ഒരു ദിവസം. എവിടെ?
ഈ ഇൻ്റർലോക്കിലും ഗ്രൗണ്ട് ഫ്ലോറിലും അല്ല, കുറച്ചുകൂടി താഴെ 6 അടി മണ്ണിൽ. അന്ന് ആരെങ്കിലും ഫാൻസ് അസോസിയേഷൻ ആൻഡ് സെലിബ്രേറ്റഡ് ടീം ഉണ്ടാവുമോ? ഇല്ല, അന്ന് ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ, ആരും ഉണ്ടാവില്ല. കളി ഫുള്ള് കാണുക, എന്നിട്ട് ഹൈലൈറ്റ് ഒന്നുകൂടി കാണുക, പെനാൽറ്റി ഷൂട്ടൗട്ട് വീണ്ടും കാണുക, വല കുലുങ്ങുമ്പോൾ ഒരു രസം കണ്ടെത്തുക എന്നുള്ളതൊക്കെ ഒരു തരം എന്ത് എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. നമ്മുടെ സമയം എന്തിനാണ് അള്ളാഹു നമുക്ക് തന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ 18ാമത്തെ വയസ്സിലൊക്കെ ഒരു കുട്ടി വല്ല ആക്സിഡൻറ്റിലോ മരണപ്പെട്ടാൽ ആഖിറത്തിലെത്തിയാൽ ഓനിങ്ങനെ ഏട് വായിക്കുമല്ലോ. വയസ്സ് 18, പ്രായപൂർത്തിയായതിനു ശേഷം ഭൂമിയിൽ ജീവിച്ചത് 3 കൊല്ലം, 16, 17, 18, 3 കൊല്ലം കൊണ്ട് ജീവിതത്തിൽ ചെയ്തു തീർത്ത കാര്യങ്ങൾ. വായിക്കട്ടെ വായിക്ക്. മലക്കൾ പറയും വായിക്കും. 3,48,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു. വേറെന്താ ഉണ്ടാവില്ല? എന്താ നമുക്ക് ഉണ്ടാവില്ല? 8:30 9:30 റൂമിലേക്ക് കയറും, ഇങ്ങനെ 12:30 1:30 എല്ലാ ദിവസവും രാത്രി 3:30 4 5 മണിക്കൂറൊക്കെ ഈ തെറ്റിലും വൃത്തികേടിലും സമയങ്ങളിലൊക്കെ ആയാൽ എങ്ങനെ കൂട്ടുകാരെ നമുക്ക് സ്വർഗം കിട്ടുക? എങ്ങനെ നമുക്ക് സ്വർഗം കിട്ടുക? നമുക്ക് അള്ളാഹു തന്ന ആരോഗ്യം എന്തിനാ നമ്മൾ ചെലവാക്കേണ്ടത്? അള്ളാഹ്ക്ക് തൃപ്തിയുള്ള മേഖലയിൽ. കണ്ണെന്തിനാ തന്നത്? അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളായ ആകാശവും ഭൂമിയും മരങ്ങളും സസ്യലതാദികളും ചരൽക്കല്ലുകളും കടലും മേഘവും ചുറ്റുപാടുകളും അറ്റ്മോസ്ഫിയറിൽ എന്തെല്ലാമുണ്ടോ അതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ സിട്ടാവിൻ്റെ ആലോചനയിലേക്ക് എത്തിയിട്ട് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനാണ് കണ്ണ് തന്നത്. എന്നിട്ട് നീ കണ്ണുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഹറാമ് കണ്ടിട്ട് നിലവിലുള്ള സ്ഥാനത്ത് തന്നെ ബേക്കോട്ടാ പോണത്. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു പെൺകുട്ടിനെ കണ്ടുപോയേക്കാം, മേ ബി സംഭവിച്ചേക്കാം. ഒരു പെണ്ണിനെ കിട്ടുന്ന രീതിയിൽ സെർച്ച് ചെയ്തിട്ട് നീ കണ്ടെത്തുക എന്ന് പറയുന്നത് അത് ഭയങ്കര പ്രശ്നമല്ലടാ. വഴിയിൽ നിന്ന് ഒരു പെണ്ണിനെ കണ്ടുപോകുക എന്നുള്ളത് സ്വാഭാവികം. ഒരു പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് നീ തന്നെ സെർച്ച് ചെയ്യുക. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ 2 ഓപ്ഷനാണ് ഉണ്ടാവുക. എന്താ ഓപ്ഷൻ? ഒന്നുകിൽ മൊബൈലിൽ ഈ രാത്രി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന് ഈ തെറ്റ് ചെയ്യുന്ന ആൾക്ക് ബോധം ഉണ്ട്, അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. എന്നിട്ടും അയാൾ തെറ്റ് തുടരുന്നുണ്ടെങ്കിൽ ധിക്കാരാണല്ലോ. അള്ളാഹ് കണ്ടാലെന്നാ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, ലൈഫ് ഫോർ എൻജോയ്, ജീവിതമല്ലേ അടിച്ചു പൊളിക്കട്ടെ. ഇതാണല്ലോ യൂട്യൂബിൽ നിന്നും ഈ സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും പിള്ളേർക്ക് കിട്ടണത്. പിള്ളേർ ഈ അടിച്ചുപൊളി ടീമാകുന്നതെന്ന് പറഞ്ഞാൽ ഇവർ കാണുന്ന തന്നെ ഒരു കുഴീൻ്റെ മുമ്പിലൂടെ ഒരാൾ നടന്നു പോകുന്നു, അയാൾ വീണ്, അപ്പോൾ 5 ആൾ ഹാന്ന് ചിരിക്കുന്നു. ഇവർക്ക് ഇതേ ജീവിതത്തിലുള്ളൂ. ക്രിയേറ്റിവിറ്റിയുള്ള നിർമ്മാണാത്മകമായ പോസിറ്റീവായ ആലോചനകൾ പിള്ളേർക്ക് കിട്ടാത്ത എന്തുകൊണ്ടാണ്? ഇവർ കണ്ടു. അത് ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളുടെ നാട്ടിൽ മാങ്ങ ഉണ്ടോ? മാങ്ങ നിങ്ങളെന്താ ഒന്ന് തുറച്ചു നോക്കുന്നത്? മാങ്ങ ഉണ്ടോ? ഉണ്ട്. പച്ച മാങ്ങ അറിയോ? അറിയാം. ഇനിയൊന്നും ചോദിക്കുന്നില്ല, പിള്ളേർ അത്രയും സൗണ്ടാക്കി. ഈ പച്ച മാങ്ങ തൊലി മാത്രം കളയുന്ന കത്തി എടുത്തിട്ട് തൊലി കളഞ്ഞു. പച്ച മാങ്ങയാണ്. പച്ച എന്ന ഇതിൻ്റെ താല്പര്യം പഴുക്കാത്ത മാങ്ങ എന്നർത്ഥത്തിൽ. ഉള്ളിലുള്ള അണ്ടിയോ കുരട്ടയോ അത് എടുത്തു മാറ്റി. ഈ മാങ്ങ ചെറിയ പീസാക്കിയിട്ട് ഒരു പ്ലേറ്റിലിട്ടു. ഈ മാങ്ങ പ്ലേറ്റിലിട്ടപ്പോൾ കുറച്ച് പൊടിയുപ്പ് അതിലിട്ട്, കുറച്ച് മുളക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിതറി, നല്ല പുളി എടുത്തിട്ട് ഈ മാങ്ങയിലൊന്ന് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ആക്കിക്കൊണ്ടിരിക്കും. നിങ്ങളെ വായിൽ എന്തെങ്കിലും വരുന്നുണ്ടോ? ഉണ്ട്. മതി. അപ്പോൾ ഞാനൊരു 30 സെക്കൻഡ് മാങ്ങനെ കുറിച്ചൊരു റീൽസ് ഇറക്കിയപ്പോൾ തന്നെ നിങ്ങളെ തലച്ചോറിൽ പ്രവർത്തിച്ചിട്ട് അത് ഇങ്ങനെ വന്ന് നിങ്ങളെ യുവർ സലൈവ, നിങ്ങളെ ഉമിനീര് ഈസ് ഫ്ലോയിങ്, നിങ്ങൾ ഇങ്ങനെ ഒഴുകാണ് നിങ്ങളെ വായിൽ, അല്ലേ? അതേപോലെ തന്നെയാണ് ഒരു സാധനം കണ്ടാകെ നമ്മളെ മൈൻഡിൽ കയറും.
കേട്ടോ. മ്യൂസിക് ഗാനം കേട്ട് എന്ന് വിചാരിച്ചോ, അത് നമ്മളെ മനസ്സിന് ബാധിക്കും എന്ന്. ഖുർആനും മങ്കൂസ് മൊയ്ലും ഇതൊക്കെ ചൊല്ലിയിട്ട് ഏശാത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏശുന്ന പലതും നമ്മളെ മനസ്സിൽ നമ്മൾ തറച്ചുപോയി, അതാ പ്രശ്നം. അപ്പോൾ ഒരു ഓപ്ഷൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഫോണിൽ ഹറാമ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ള കാണുന്നുണ്ട് എന്ന് മൂപ്പർക്ക് തന്നെ അറിയാം, എന്നിട്ടും തെറ്റ് തുടരുകയാണെങ്കിൽ അതൊരു തരം ധിക്കാരല്ലേ. അള്ള കണ്ടാലെന്നാ എന്നതാണല്ലോ അതിൻ്റെ ഭാവം. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷനും കൂടി അവിടെ ഉണ്ട്. എന്താ ഓപ്ഷൻ? അള്ള കാണുന്നൊന്നുമില്ല. കാരണം അങ്ങനെ അള്ള എങ്ങനെ കാണല്? റൂമിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്, വാതിലടച്ചിട്ടുണ്ട്, കുറ്റിയിട്ടിട്ടുണ്ട്, ക്രോമെന്ന് നെറ്റ് ഹിസ്റ്ററി ക്ലിയർ ആക്കുന്നുണ്ട്, മാത്രമല്ല ആപ്പ് അൺഇൻസ്റ്റാൾ ആക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ഞാൻ എൻ്റെ ഫോണ് ഫിംഗർ പ്രിൻ്റ് ലോക്കും ഉണ്ട്, നമ്പർ പാറ്റേൺ ലോക്കും ഉണ്ട്. അതെങ്ങനെ പിന്നെ അള്ള കാണല് എന്നാണ് ഇവൻ്റെ ചിന്തയെങ്കിൽ അതൊരു തരം കുഫറല്ലേ. കുഫർ. കാഴ്ചയില്ലാത്ത കുരുടനായ അള്ളാഹുലല്ലേ ഇവൻ്റെ വിശ്വാസം. അള്ള കാണുന്നില്ല എന്നോ? എടോ, നീ 2ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുമ്പോൾ പഠിച്ചൊരു വരിയോർമ്മ, എല്ലാം കാണും അല്ലാഹു, എല്ലാം കേൾക്കും അല്ലാഹു. അന്ന് നിനക്ക് എത്ര വയസ്സ്? 6. നൗ നിന്റെ ഏജ് എത്ര? 16. 10 വയസ്സ് കൊണ്ട് 10 കൊല്ലം കൊണ്ട് അള്ളാഹിൻ്റെ കാഴ്ച പോയോ? ഏത് അള്ളാഹുലാ മോൻ വിശ്വസിക്കണത്? ഈമാനോടെ മരിക്കുമെന്ന് എന്ത് കോൺഫിഡൻസാണ് നമുക്ക് ഉണ്ടാവുക? സോ നമ്മുടെ ആരോഗ്യം നമുക്ക് തന്നത് ഈ അടിച്ചു പൊളിച്ച് ഒരു ചെറിയ ആയുധത്തിൻ്റെ പിന്നാലെ, ഒരു ഉപകരണത്തിൻ്റെ പിന്നാലെ പോകാനുള്ളതല്ല, മറിച്ച് നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗിച്ച് സ്വർഗത്തേക്ക് പോകാൻ നമുക്ക് കഴിയണം. ഇനി എൻ്റെ വിഷയത്തിൻ്റെ ലാസ്റ്റ് പാർട്ട് കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്, ദീർഘിപ്പിക്കണില്ല. അള്ളാഹു നമുക്ക് തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് മക്കൾ. ഈ മക്കളെ തന്നതിൻ്റെ ലക്ഷ്യം സ്വർഗം വാങ്ങലാണ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങളാകുന്ന മക്കളെ കൊണ്ട് സ്വർഗം വാങ്ങണം എന്ന് നമ്മളോട് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പുതിയ കാലത്ത് എല്ലാ പാരൻസിനും രക്ഷിതാക്കൾക്കും ഉള്ള ആശങ്ക എന്താണ് എന്ന് ചോദിച്ചാൽ, അതെൻ്റെ മക്കളെ കാര്യം, എൻ്റെ മോളെ കാര്യം. നമ്മൾക്ക് ദുആഇന് ഉത്തരം കിട്ടും, മുത്തബറക ബിഹിയായ ആളാണ്, സയ്യിദാണ്, ആലിമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ഏറെക്കുറെ 90% ആൾക്കാരും പറയുന്നത് അവരെ മക്കളെ കുറിച്ചാണ്. എൻ്റെ മോൻ്റെ കാര്യം ഉസ്താദേ, എൻ്റെ മോളെ കാര്യം. ഹാജിയാരെ, കഴിഞ്ഞ ആഴ്ച നടന്ന 4 ദിവസത്തെ പരിപാടികളിലൊന്നും നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. ജോലി തിരക്കാണ്. എന്ത് ജോലി തിരക്ക് ഉസ്താദേ? മക്കളെ യൂണിഫോം, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, മറ്റ് നോട്ട് ബുക്സ്, ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? അതിന് കുറച്ച് ചില്ലറ കണ്ടെത്തണ്ടേ? അത് നൈറ്റ് ഡ്യൂട്ടി അടക്കം എടുത്താലേ 4 മക്കൾ സ്കൂളിലേക്കുള്ള വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ? അപ്പോഴും രാപ്പകൽ ഭേദമന്യേ അധ്വാനിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ബഹ്റൈനിലല്ലേ, മനാമയിൽ? അതെ. സൗദിയിലല്ലേ, അൽക്കോബറിൽ? അതെ. കുറേ ആയോ നാട്ടിൽ വന്നിട്ട്? ഇടയ്ക്കിടെ വരണമെന്ന് പൂതിയില്ലായിട്ടല്ല, മക്കളെ കാര്യമൊക്കെ ഒന്ന് ഒക്കണ്ടേ. മൂത്ത മോളെ കല്യാണ പ്രായമായില്ലേ? കണ്ടോ? ജീവിതത്തിൽ അധ്വാനിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. കൊറോണ അതിൻ്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ കണ്ടെയ്നർ ബോക്സിൽ ബിരിയാണി വെച്ചിട്ട് 40, 50, 60 രൂപക്കൊക്കെ തെരുവിൽ നിന്നും സ്ട്രീറ്റിൽ നിന്നും സിഗ്നൽ ലൈറ്റിലൊക്കെ വെച്ചിട്ട് വിൽപ്പന നടത്തുന്ന പാവപ്പെട്ട ഉപ്പമാർ എന്തിനാ ഈ ബിരിയാണി വിൽക്കണത്? മക്കളെ 2 അറ്റം മുട്ടിക്കാനാണ്. മാസ്ക് വിറ്റിട്ടും മറ്റൊക്കെ അവർ ജീവിക്കുന്നില്ലേ? റെയിൽവേയിൽ കാണുന്നില്ലേ നിങ്ങൾ? റെയിൽവേ സ്റ്റേഷനുകളിൽ ചായ ചായ, കാപ്പി കാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രെയിന് നിർത്തിയ സമയത്ത് ഓടിയെത്തി ആ കമ്പിമ്മൽ, ആ ജനലിൻ്റെ ആ കമ്പിമ്മൽ ഇങ്ങനെ ഒന്ന് ഫിറ്റാക്കിയിട്ട് ഇങ്ങനെ വിതരണം ചെയ്യുന്ന, അതിൻ്റെ ഇടയിൽ എത്ര ഓടുന്നു, എത്ര ചായ മറന്നു പോകുന്നുണ്ട്. എന്തിന്? മക്കളെ ഒന്ന് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ വളർത്തിയെടുത്ത മക്കൾ കുറേ കാലം കഴിഞ്ഞിട്ട്
അവിശ്വാസിയായ ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയാൽ എങ്ങനെ ഉണ്ടാവും നമ്മളെ മോളെ കാര്യം? നമ്മളെ മോൻ ലക്ക് ഇട്ട് കള്ള് കുടിച്ചിട്ട് മസ്തിലായിട്ട് റോഡ് സൈഡിൽ കിടക്കുന്നുണ്ടെന്ന് ഉപ്പയായ നമ്മളോട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും കാര്യം? അതങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് കരുതലും ജാഗ്രതയും ഉണ്ടാവണം. മക്കൾ നന്നാവാൻ നമ്മൾ ചെയ്യേണ്ട 5 കാര്യങ്ങളെയാണ് ഇനി ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. മക്കൾ നന്നായാലുള്ള മെച്ചം എന്താ? ധൈര്യമായിട്ട് ഖബറിൽ കിടക്കാലോ. കാരണം നമ്മളെ ഖബറിലേക്ക് എവർലാസ്റ്റിംഗ് പ്രോഫിറ്റായിട്ട് ഇനി എന്താ പറയുക, നിത്യമായ പ്രതിഫലമായിട്ട് നമ്മളെ മക്കൾ കൊടുത്തേക്കും. ധൈര്യമായിട്ട് ഖബറിൽ കിടക്കാം. ഈ പള്ളി എടുത്ത നല്ല മനുഷ്യന്മാരുണ്ടാവും. അതാണ് മദ്രസ. ആ മദ്രസ സഹായിച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. അവർക്കൊക്കെ എത്ര കൂലി കിട്ടും? കാരണം ജാരിയായ സ്വതക്കകളല്ലേ അവർ ചെയ്തത്. ഇതേപോലെ നമ്മളെ മക്കൾ നമുക്ക് നന്നായി കിട്ടണം. അതിന് 5 കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 1, മക്കൾ നന്നാവാൻ ഒന്നാമതായി ചെയ്യേണ്ടത് ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ചെയ്യേണ്ട മാനേഴ്സ്, അദബുകൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ, ഉറങ്ങാൻ നേരത്ത്, വസ്ത്രം ധരിക്കുമ്പോൾ, സദസ്സിലിരിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പയും ഉമ്മയും പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാം മോനെ, മുതിർന്ന ആൾക്കാരും സാറന്മാരും എന്നെ പഠിപ്പിച്ച സാറല്ലേ, അത് ഉസ്താദല്ലേ, അവരൊക്കെ അവിടെ വന്ന് ഇരിക്കുന്ന സമയത്ത് നീ മേലെ കയറി, സോഫൻ്റെ മേലെ കയറി കാലിൻ്റെ മേലെ കാലൊക്കെ വെച്ചിരിക്കുക. സത്യത്തിൽ ആ കുട്ടി UKG-യിലുണ്ടത്രേ. ആ കുട്ടിക്ക് അത് അറിയാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഒരു മജ്ലിസിൻ്റെ മര്യാദ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കും. ചില കുട്ടികളെ കുറിച്ച് നമ്മൾ പറയുന്നേക്കുന്നില്ലേ, എന്താ മോന് ആകെ 9th-ലോ 10th സ്റ്റാൻഡേർഡിലോ ആണ് കുട്ടി പഠിക്കണത്. ഒരു ഡിഗ്രി പ്രായത്തിലുള്ള മോൻ്റെ പക്വതയാണ്. പരിപാടി കഴിഞ്ഞ് കസേരയൊക്കെ എടുത്തു വെച്ചു, പള്ളിയുടെ മുറ്റമൊക്കെ അടിച്ചു വാരി, ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അതൊരു പക്വതയാണ്, അത് വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. പക്വത എന്ന് നമ്മൾ പറഞ്ഞാലും അതിനാണ് ഈ അദബ് എന്ന് പറയുന്നത്. ഓരോ സമയത്ത് ചെയ്യേണ്ട മര്യാദകൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. ഉറങ്ങാൻ നേരത്തെ ഉറങ്ങാൻ പഠിക്കണം. അതൊക്കെയാണ് വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ടത്. ഭക്ഷണത്തിൻ്റെ മര്യാദകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ബിസ്മി ചൊല്ലിയോ മോന്? ഉപ്പ കേട്ടിട്ടില്ലല്ലോ. അയ്യേ, ഇടത്തെ കൈ കൊണ്ടാണോ വെള്ളം കുടിക്കണത്? ഒരു 3-4 വട്ടം തിരുത്തി കൊടുത്താൽ മതി. ആ കുട്ടി 65 കൊല്ലം വലതേ കൈ കൊണ്ട് വെള്ളം കുടിച്ചതിൻ്റെ സുന്നത്തിൻ്റെ കൂലി നമുക്ക് കിട്ടും. 2 കൈ കൊണ്ടാണോ തിന്നണത്? അയ്യടോ, കൈ കഴുകിയിട്ടുണ്ടോ? ഇല്ല, വരെ. അതിന് ഉപ്പ ആദ്യം കൈ കഴുകണോ? കല്യാണത്തിന് പോയ ഏറെക്കുറെ ഉപ്പമാരും കൈ കഴുകില്ല. ഭക്ഷണം കഴിച്ചിട്ട് ചോദിക്കുന്നതാണ്, വാഷ് ബൈസ് എടുത്തോ, വാഷ് ബൈസ്. അപ്പം നേരത്തെ കൈ ആയിട്ടില്ലേ? നേരത്തെ പിന്നെ തിരക്കായോണ്ട് കൈ തന്നെ കഴുകിയിട്ടില്ലേ? ഉസ്താദെ, കൈ കഴുകിന് നന്ന ട്രോളല്ല. കഴുകിനോ? കഴുകിന്. എങ്ങനെയാണ് കഴുകിയത്? അതവിടെ വെച്ചിട്ട് മറ്റേ ഉടായിപ്പ്. ഏത്? ആടെ കുടിക്കാൻ കൊണ്ടുവച്ച വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ജീരകവെള്ളം കൊണ്ടും കരികാല വെള്ളം കൊണ്ടൊന്നും കൈ കഴുകിയ സുന്നത്ത് കിട്ടൂല. 7up കൊണ്ടും ഐസ്ക്രീം കൊണ്ടല്ല കൈ കഴുകേണ്ടത്. ഒന്നൊടുക്കാൻ പറ്റുന്ന വെള്ളം കൊണ്ടാണ് കൈ കഴുകേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ മാതൃക ആവണം. ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനെ കുട്ടികളെ നിരുത്സാഹപ്പെടുത്തണം. ചില ഉമ്മമാർ പറയും, എൻ്റെ ഈ മോന് നല്ല തിന്നു. ഒരുത്തിനെ കണ്ട ഒന്നും തിന്നൂല, ആകെ 2 ചപ്പാത്തിയാണ് തിന്നേ. അവിടെ എത്രാം ക്ലാസ്സിലാണ്? 3ാം ക്ലാസ്സിൽ. പിന്നെ 2 ചപ്പാത്തി അല്ലാണ്ട് എത്ര തിന്നണ്ടേ? മറ്റവനോ നല്ലോണം തിന്നു എന്ന് പറഞ്ഞാൽ ഓന് 6 എണ്ണം തിന്നു. എത്രാം ക്ലാസ്സിൽ? ഓന് 1-ൽ. ഇന്നാലില്ല, ഓൻ ഭാവിയിൽ റപ്പായി ആവൂലേ, തറവാട് വിറ്റിട്ട് പോവില്ലേ? ഓവർ തിന്നുന്നത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കരുത്. ഭക്ഷണത്തിൻ്റെ മര്യാദ പറയുന്നിടത്ത് ഗസാലി ഇമാം റഹിമത്തുള്ളാഹിയിൽ പറയുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് ഭക്ഷണം ഷെയർ ചെയ്യാൻ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. 2 ചിക്കൻ്റെ 2 പീസുണ്ട് അവിടെ, മോനൊന്ന് എടുത്തോളി, മറ്റേതായിരിക്കാന്ന് ഉമ്മ.
അത് ഇത്താത്ത ഫാത്തിത്താത്തില്ല 5ാം ക്ലാസ്സിൽ പഠിക്കുന്നേ. പൊതുപരീക്ഷയ്ക്ക് രാവിലത്തെ എക്സാം കഴിഞ്ഞിട്ട് നാസ്ത കഴിക്കാതെ വെറും ചായ കുടിച്ചിട്ടാണ് പോയത്. ഉച്ചയ്ക്ക് ശേഷം എക്സാം ഇല്ലത്രേ. അത് വന്നിട്ട് നാസ്ത കഴിച്ചോളാന്ന് പറഞ്ഞതിന് ആ ചിക്കൻ്റെ പീസ് ഇത്താത്തക്ക് വെക്കണേ എന്ന് പറയണം. സത്യത്തിൽ ഫ്രിഡ്ജിൽ ചിക്കനും പിന്നെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മുളകും ചട്ടിയും എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം. തനിക്കിഷ്ടപ്പെട്ട കാര്യം വേറൊരാൾക്ക് കൊടുക്കാൻ പഠിപ്പിക്കലിൻ്റെ ഒരു മനുഷ്യത്വമുണ്ടല്ലോ, ഷെയർ മൈൻഡ്. അത് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിലാണ് ജീവിതത്തിൽ അധ്വാനിക്കാൻ കുട്ടികൾക്ക് കഴിയാതെ ഗൾഫിലേക്ക് പോയ ഉടനെ കുബൂസും പരിപ്പും കിട്ടിയാൽ കാലാവസ്ഥ ശരിയില്ല എന്നിട്ട് തിരിച്ചു വരുന്നത്. അതെന്തുകൊണ്ട്? ചില ഉപ്പമാർ പറയുന്നേക്കാം, ഞാൻ എൻ്റെ മക്കളെ ഉസ്താദെ ഒരു വിഷമവും പഠിപ്പിച്ചിട്ടില്ല, ഫുൾ വാങ്ങിക്കൊടുക്കും, വേണ്ട ടോയ്സ് എല്ലാം വാങ്ങിക്കൊടുക്കും, വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കും. വേണ്ട വാങ്ങിക്കൊടുക്കുന്നതിന് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ജീവിതം പഠിപ്പിക്കണം. എല്ലാം ഓൺലൈൻ കോഴ്സിലൂടെ ഒന്നും കിട്ടുമല്ലോ. ഓൺലൈനിൽ ചിലപ്പം ഡിഗ്രിയും PG ഒക്കെ കിട്ടും. നീന്തൽ ഓൺലൈനിൽ കിട്ടും. നീന്താൻ പഠിക്കാൻ കഴിയും ഓൺലൈനിൽ. സൂമും ഗൂഗിൾ മീറ്റൊക്കെ ഓണാക്കിയിട്ട് ഒരു സാറ് വീട്ടിൽ നിന്ന് പറയാം കുട്ടികളോട്, എല്ലാവരും കുളക്കടവിലേക്ക് പോവുക, പോയി മുണ്ടെടുക്കുക, വലത്തേക്കാൽ കുളത്തിൽ കുത്തുക, ഇറങ്ങുക. ഇപ്പം മെസ്സേജ് വരും മയ്യത്തിസ്കരിക്കുക, വേറൊന്നും ഉണ്ടാവില്ല. എല്ലാം ഓൺലൈനിൽ പഠിക്കേണ്ടതാ. അതൊക്കെ ചിലത് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാ കേട്ടോ. അതോൻ കൊച്ചിയിൽ അവിടെ പഠിച്ചതിന് ബാംഗ്ലൂർ ഇങ്ങനെ പഠിച്ചെന്ന് കണ്ടില്ല. ജീവിതം വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഭാര്യൻ്റെ അനിയത്തിൻ്റെ മക്കളുണ്ട്, ഏട്ടത്തിൻ്റെ മക്കളുണ്ട്, ടോട്ടൽ 8 ആളുടെ വീട്ടിൽ. എങ്കിൽ 8 ചോക്ലേറ്റ് കീശയിലിട്ടിട്ട് വരിക. 10 രൂപൻ്റെ വാങ്ങിയാൽ മതി. എന്നിട്ട് മോനിക്ക് 8 കൊടുത്തിട്ട് പറയാം, മിൽക്കി ബാർ ഡയറി മിൽക്ക് കൊടുത്തിട്ട് പറയാം എല്ലാവർക്കും കൊടുക്കണേ. എന്നിട്ട് ഇങ്ങനെ ഉപ്പ നോക്കുക, മോനിക്ക് മനസ്സിലാവരുത് നോക്കുന്നത്. എല്ലാവർക്കും കൊടുത്തോ. അങ്ങനെ ഓൻ്റെ കൈ കൊണ്ട് ഓന് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചാരിറ്റിയുടെ മൈൻഡ് ഉണ്ടല്ലോ. അതൊക്കെയാണ് 1000 A+ ഗ്രേഡ് കിട്ടുന്നതിനേക്കാളുള്ള ക്വാളിറ്റി. ചില സമയത്ത് 8 പീസ് മിഠായി വാങ്ങരുത്, വലിയൊരു ചോക്ലേറ്റ് വാങ്ങാം. ഒരു 85 രൂപേൻ്റെ എൻ്റെ ഓൻ്റെ കയ്യിൽ കൊടുക്കുക. എല്ലാവർക്കും കൊടുക്കണം കേട്ടോ, നീ മാത്രം തിന്നരുതേ. എന്നിട്ട് ഇങ്ങനെ നോക്കുക, ഓനായിരിക്കും കൊടുക്കേണ്ടതെന്ന്. പൊന്നോ മോനെ കണ്ടേ, എല്ലാവർക്കും വലുത് കൊടുത്തിട്ട് എൻ്റെ മോൻ ചെറുത് ഇങ്ങോട്ട് വാ, ഉപ്പ മോനിക്ക് വേറൊരു സമ്മാനം വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത്. അല്ലാതെ ഉപ്പ മിഠായി വാങ്ങുമെന്ന് പറഞ്ഞിട്ട് മിഠായി ഉണ്ട്, തൊടല്ല, തൊട്ട പാക്കറ്റിൻ്റെ സൗണ്ട് കേൾക്കും. പിന്നെ ഇവിടുന്ന് എടുത്താൽ പിന്നെ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. ഞാൻ എനിക്ക് തരാം, മേലെ നമ്മളെ റൂമിൽ പോയിട്ട് ഡ്രസ്സ് ഇടുന്ന കൊട്ടൻ്റെ വേക്കിൽ നിന്ന് ഒളിച്ചിട്ട് തിന്നിട്ട് ടിഷ്യൂ കൊണ്ട് മുഖം തുറത്തിയിട്ട് പോകാതെ എന്ത് കഥ എന്ന് പറഞ്ഞിട്ട്. ഓൻ എന്താ ആവലെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ഓൻ എന്താ ഭാവിയിലാവല്? ഈ കുട്ടിക്ക് നിങ്ങൾ കൊടുത്ത മെസ്സേജ് എന്താ? ആർക്കും കൊടുക്കണ്ട, നീ എന്താക്ക് പോയിട്ട് റൂമിൽ പോയിട്ട് തിന്നിട്ട് ടിഷ്യൂ കൊണ്ട് തോർത്തിയിട്ട് പോകാം. ഈ കുട്ടി ഭാവിയിൽ എന്താവല്? ഞാനൊന്നും പറയണില്ല, നിങ്ങൾ പറയും എന്താവല്. ഈ കുട്ടിക്ക് നിങ്ങൾ കൊടുത്ത മെസ്സേജ് എന്താണ്? എന്ത് പാഠമാണ് കുട്ടിക്ക് കൊടുത്തത്? ഉമ്മ പറയാ, മോക്ക് മാത്രം ഒരു പീസ് അവിടെ വെച്ചിട്ടുണ്ട്, വേറെ ആർക്കും കൊടുക്കേണ്ട. ഇത്താത്തക്കൊന്നുമില്ല, ഇത്താത്തക്കല്ല എപ്പം കിട്ടുന്നേ, നിങ്ങൾക്ക് കിട്ടില്ല, സ്റ്റോർ റൂമിൽ പോയിട്ട് തിന്നിട്ട് വന്നു. ഈ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യരുത്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ആശയത്തിൻ്റെ മലയാളമാണ് ഈ പറയുന്നത്. അപ്പോൾ മക്കൾ നന്നാവാനുള്ള 5 കാര്യത്തിൽ ഒന്നാമത്തത്, എല്ലാ സമയത്തും ചെയ്യേണ്ട അദബുകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പൽറ്റേക്ക് കണ്ട് കുടിക്കുക, ബിസ്മില്ല, ഇരിക്കുക, ഇങ്ങനെയൊക്കെ ചെറുപ്പത്തിലെ കുട്ടികൾ. രണ്ടാമത്തെ കാര്യം, മക്കൾ നന്നാവാനുള്ള രണ്ടാമത്തെ കാര്യം, ചെറുപ്പത്തിലെ കുട്ടികൾക്ക് മഹാന്മാരുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം. ഉപ്പമാരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉപ്പമാർ പൊതുവേ മക്കളെ ഉമ്മാക്ക് കൊട്ടേഷൻ കൊടുക്കലാണ്. ഏതെങ്കിലും സ്കൂളിലോ മദ്രസയിലോ പാരൻസ് മീറ്റിംഗ് വിളിച്ചാൽ കണ്ണ് കൊള്ളാണ്ടിരിക്കാൻ 5 ആണുങ്ങളും 80 പെണ്ണുങ്ങളും ഉണ്ടാവില്ല. സംഘാടകർ ക്ലാസ് എടുക്കുന്ന ആളോട് വന്നിട്ട് പറയും, ഉസ്താദേ ആണുങ്ങൾ കുറവാണെങ്കിലും ഉസ്താദ് ബേജാറുണ്ടോ, കർട്ടൻ്റെ അപ്പുറത്ത് പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ആണുങ്ങൾക്ക് ഈ പരിപാടി ഒന്നും അറിയുന്നില്ല. ഭാര്യനോട് പറയും, വാത്തി ഇതാ മക്കളെ കാര്യമെല്ലാം നീ നോക്കണേ. ഇതെന്താ കൊട്ടേഷനാ? എൻ്റെ ഏതെങ്കിലും ഒരു തങ്ങളെടുത്ത് പോയി എന്ന് വിചാരിച്ചോ, തീരെ പറഞ്ഞനുസരിക്കണില്ല. എന്തെങ്കിലും ഒന്നും വേറെ 41 ദിവസം ബദരീങ്ങൾ വലിയ യാസീൻ ഓദിക്കോ. എന്നാൽ ഈ ആണുങ്ങൾ എന്താ പറയുക, ഭർത്താവ് തല ചോർന്നിട്ട് ഞാൻ എന്നെ ഓതണ എല്ലാ ഭാര്യനെ കൊണ്ട് ഓദിപ്പിച്ചാൽ മതിയോ? പിന്നെ ഒരു കാര്യം കേട്ടോളി, ഓട്ടോറിക്ഷൻ്റെ മുമ്പിലത്തെ ടയറാണ് മക്കൾ, ബേക്കിലത്തെ 2 ടയറാണ് ഉപ്പിയും ഉമ്മയും. ഏതെങ്കിലും ഒന്ന് പഞ്ചറായില്ലെങ്കിൽ പോവില്ല.
കേട്ടോ. അത് ബാഡ്ജ് ഉണ്ട് ഡ്രൈവർക്ക്, പെർമിഷൻ ഉണ്ട് ഡ്രൈവർക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2 ടയറും പഞ്ചറാവാണ്ട് കീപ്പ് ചെയ്യണം. കഥ പറഞ്ഞു കൊടുക്കണം. ചരിത്രങ്ങൾ, സ്വാലിഹീങ്ങളുടെ ചരിത്രം കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം. എന്തിന്? മഹാന്മാരോടുള്ള ഇഷ്ടം കിട്ടാൻ വേണ്ടിയാണ് അത് നമ്മൾ ചെയ്യേണ്ടത്. ഗസാലി ഇമാം അതിൻ്റെ ബെനിഫിറ്റ് ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞു, ലി അൻഅരിസ ഫീഹി ഹുബ്ബസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളോട്, മഹാന്മാരോട്, മുതിർന്ന ആൾക്കാരോട് ബഹുമാനം കിട്ടാൻ വേണ്ടി ആ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ കഥ പറഞ്ഞു കൊടുക്കണം. KG ക്ലാസ്സുകളിൽ ഉണ്ടാവുമ്പോൾ തന്നെ ഉമ്മ കുട്ടികളെ കൂടെ ഇരുത്തിയിട്ട് രാത്രി ഉറങ്ങാൻ നേരത്ത്, അബ്ദുള്ള വാ ഒരു കഥ പറഞ്ഞേറ്റോ മോനിക്ക്. കഥയോട് തന്നെ ആവേശം ഉണ്ടാകുന്ന രീതിയിലാണ് ഉമ്മാൻ്റെ പെരുമാറ്റം ഉണ്ടാകേണ്ടത് കേട്ടോ. ഓനെ കഥയില്ലാത്തവനാക്കരുത്. കഥ പറയണോ വേണ്ടോ, പറയും. അങ്ങനെ പേടിപ്പിച്ചിട്ടൊന്നും കഥ പറയരുത്. പേടിച്ചിട്ടാ കഥ കേൾക്കേണ്ടത്. ഒരു കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയാക്കണം. ഉമ്മ വലിയ കഥ പറയണോ ചെറിയ കഥ പറയണോ? അപ്പോൾ കുട്ടികൾ പറയും വലിയ കഥ പറയണം. കേൾക്കാത്ത കഥ പറഞ്ഞു തരണോ കേട്ട കഥ പറയണോ? ആമി മോയൻ്റെ കേട്ട പോലത്തെ കേൾക്കാത്ത പറയണോ? ഇന്നെ ഫുള്ള് പറയണോ അല്ല നാളെ പകുതി അതിൻ്റെ ഉമ്മാതൊക്കെ ആക്കിയിട്ട് ഓൻ എങ്ങനെയെങ്കിലും ഇനി കേൾക്കാനുള്ള ഒരു ജിജ്ഞാസ മനസ്സിലുണ്ടാക്കിയെടുക്കും. എന്നേരം പറഞ്ഞു കൊടുക്കാം, മോനിക്ക് റിഫായ് ഷേഖിനെ അറിയാവോ, ഒരു കഥ പറഞ്ഞിട്ടെ. എന്നാൽ ആ കുട്ടീൻ്റെ മനസ്സിലല്ല അതിനാദ്യം പെണ്ണിന് കഥ ഉണ്ടാണ് കേട്ടാ. യൂട്യൂബിൽ കഥ വെച്ചു കൊടുക്കാനല്ല പറയണത്, കഥ പറഞ്ഞു കൊടുക്കണോ. അതാണ് ഇസ്ലാം പറഞ്ഞത് ഫൽഫർ ബിദാത്തി ദീൻ, കഥയുള്ള പെണ്ണിനെ കെട്ടണം എന്ന്. കണ്ണടിയിലും മിസ്സടിയിലും അല്ല പെണ്ണ് കാണൽ, ഇഷ്ടപ്പെടൽ, എൻഗേജ്മെന്റ്, പ്രപ്പോസൽ ക്ലിയർ ആക്കേണ്ടത്. ഫൽഫർ ബിദാത്തി ദീൻ. മക്കള് നന്നാണെങ്കിൽ. ഇല്ലെങ്കിലോ ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോൾ ഷിർക്കാന്നാണ്. ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബ്രീലിനെ കണ്ടോണ്ടല്ല, ഒരു വഹാബിന്റെ റൂമിൽ കൂടെ ജീവിച്ചോണ്ടാ. എന്തുകൊണ്ട്? സ്വാലിഹീങ്ങളെ കുറിച്ച് മൂപ്പർക്ക് അറിയില്ല. മൂപ്പരെ വർത്താന, മൂപ്പര് മദ്രസ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഡിഗ്രിയും PG യും ഡിപ്ലോമയും സെറ്റും നെറ്റൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. എന്നിട്ടോ ഏതോ ഒരാളുടെ പ്രഭാഷണം കേട്ട് മൂപ്പര് വീണുപോയി, ഉപ്പാപ്പി ഉമ്മാമലിൻ്റെ നരകത്തിലെത്തി. അങ്ങനത്തെ വർത്താനമായി. മൊഹിദീഷയോ എന്താ മൊഹിദീഷേ, റിഫാഷയോ റിഫാഷേ, ഞാനും മൊഹിദീഷേ റിഫാഷയൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളല്ലേ, വി ആർ ഈക്വൽ. അങ്ങനെയാവും. 300 ആൾക്കാർ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടി അവൻ്റെ നിക്കാഹിന്. 180 മുത്താലിമീങ്ങളുള്ള ദർസുള്ള പള്ളിയാണ്. മുദരിസ് ഉസ്താദും അസിസ്റ്റന്റ് മുദരിസ് ഉസ്താദും മദ്രസയിലെ മുഅല്ലിമീങ്ങളും മുത്താലിങ്ങളും കൂടിയിട്ട് മാത്രം 200 ആളുണ്ട്. ബാക്കി എല്ലാ മുത്തുമൂമിനീങ്ങളായ പ്രായമുള്ളവരും അല്ലാത്തവരും 299 ആളും എനിക്ക് വേണ്ടി ദുആരക്കും. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദാ വ ബൈന മൻകൂഹതിഹി കമാ അല്ലഫ്ത ബൈന നബിയിന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ. മുത്തുനബിയെയും ഭാര്യമാരെയും ഒരുമിച്ച് കൂട്ടിയതുപോലെ ഇവനെയും ഭാര്യനെയും, എന്താണ് ഭാര്യയുടെ പേരുള്ള ഫർസാന, ഒരുമിച്ച് കൂട്ടണേ, നല്ല ദാമ്പത്യം കൊടുക്കണേ എന്ന്. കാരണം തകരുന്ന ദാമ്പത്യ ജീവിതം എന്ന നോട്ടീസ് വരുന്ന കാലത്താണ് ഈ ദുആ. 299 ആളും ദുആർക്കാണ്. മക്കൾ കേടാകുന്ന കാലത്ത് പിന്നെ അടുത്ത ദുആ തങ്ങൾ ഉസ്താദ് ദുആർക്കുണ്ട്. അല്ലാഹുമ്മ ഖ്റുജ് മിൻഹുമാ ദുർരിയത്തൻ ത്വയ്യിബത്തൻ നാഫിഅതൻ ലിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ. ഇവരുടെ മക്കളൊക്കെ, ജനിക്കുന്ന മക്കൾ, സൂനങ്ങൾ നല്ല മക്കളാക്കണേ, ദീനിനും ദുനിയാവിനും മുസ്ലിമീങ്ങൾക്കൊക്കെ ഉപകാരമുള്ള മക്കളാക്കണേ. പിന്നെ ബാറക്കല്ലാഹു ലക്കുമാ ബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനക്കുമാ ഫീ ഖൈരിൻ വആഫിയൻ. എല്ലാ അർത്ഥത്തിലും ഈ ദാമ്പത്യത്തിൽ ബർക്കത്ത് ചെയ്യണേ. ഇവനാണെങ്കിലോ ഒരു വേറെ തന്നെ ഒരു ടീമാണ്. അങ്ങനെയാണ് ഓന് 299 ആൾ ഇവനിക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ ഇവൻ എന്താക്കൽ, കൈ താഴ്ത്തിയിട്ടിട്ട് ഞാൻ കൂട്ടുപ്രാർത്ഥനൻ്റെ വിരോധിയാണ്, ഉസ്താദുമാർ പ്രത്യേകിച്ച് എനിക്ക് ദ്വാ ചെയ്യേണ്ട ആവശ്യം ഇല്ല, ഞാൻ വേറെ തന്നെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളാണ്, ഇവനെന്താ വിളിക്കേണ്ടത് എനിക്കറിയില്ല. എന്തുകൊണ്ട് ഈ പിള്ളേർ ഇങ്ങനെ ആവണത്? ചെറുപ്പത്തിൽ സ്വാലിഹീങ്ങളോടുള്ള ഇഷ്ടമുണ്ടാവുന്ന രീതിയിൽ ഉമ്മമാർ കഥകൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികളിങ്ങനെ കഥ പറയാൻ വേണ്ടി പറഞ്ഞ ഉപ്പിയും ചൂടായിരുന്നു. ഉപ്പനോട് മോൻ ചോദിച്ച് ഉപ്പ ഒരു കഥ എന്ത് കള കൂടെ കൊടുത്തുകൂടെ, ഇനി മേലെ ആ കഥൻ്റെ ഫീസ് തന്നെ അടിച്ചു പോയിട്ടുണ്ടാവും. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാത്ത ഏരിയ ആണെങ്കിൽ, നമ്മൾ ചെലവഴിക്കാൻ മടിയുള്ള ഒരു ഏരിയ ആണെങ്കിൽ കുട്ടികളെ കൊന്നു കളയാറുണ്ട്.
അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ. ഇപ്പോൾ ഈ മാതമംഗലം ടൗണിലൂടെ ഒരു കുട്ടീൻ്റെ കൈയും പിടിച്ചിട്ട് ഒരു ഉപ്പ പോകുമ്പോൾ ഈ കുട്ടി 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സ് ചെറിയ LKG UKG ജസ്റ്റ് പാവം ചോട്ട മോന്. ആ മോനെ ചോദിച്ച് ഒരു 85 രൂപേൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ബാറ്റും താഴെയുള്ള ബോളും നെറ്റിൽ തൂക്കിയിട്ട് കണ്ടപ്പോൾ, ഒരു വലയിൽ തൂക്കിയിട്ട് കണ്ടപ്പോൾ, മറ്റേ ഏതെങ്കിലും ഫാൻസി ഷോപ്പിലോ എന്താ അതിന് പറയൽ, ടോയ്സിൻ്റെ ഷോപ്പിലോ കണ്ടപ്പോൾ ഈ ഉപ്പാനോട്, ചെറുപ്പക്കാരനായ ഉപ്പാനോട് ഈ കുട്ടി ചോദിച്ച്, ഉപ്പ അതെന്താന്നുപ്പാ, എന്തൊരു നിഷ്കളങ്ക ഉപ്പാന്ന് 2 വട്ടം വിളിക്കുമ്പോൾ തന്നെ എന്താപ്പാന്നല്ല ചോദിക്കുന്നത്, നിഷ്കളങ്കതൻ്റെ കടുപ്പുള്ള ഒരു ചോദ്യമാണത്. അതെന്താന്നുപ്പാ. അപ്പം ഈ ഉപ്പ ചിന്തിക്കുക, ഇവൻ ഐൻസ്റ്റീൻ്റെ ഏട്ട പുതിയാപ്പിളേന് ഈ ഉപ്പ ചിന്തിക്കുകയും ദീർഘവീക്ഷണത്തിൻ്റെ അങ്ങേയറ്റം കൊണ്ട് ഇതെന്താണ് എന്ന് പറഞ്ഞു കൊടുത്താൽ വാങ്ങിക്കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് പറഞ്ഞു കൊടുത്താൽ ശരിയാവില്ല. പാരഡിക്ക് കിട്ടണമെങ്കിൽ മര്യാദയ്ക്ക് മുമ്പിൽ ആടി ഇടി നോക്കിയതാണ്. ഇവൻ ശരിക്കും ഒരു മരമണ്ടനായി മാറും. ഏടി നോക്കൂല, ബുദ്ധൂസ് പോലെ ഇങ്ങനെ നടക്കുന്നു. ഉമ്മമാർക്കുണ്ട് ഈ സൂക്കേട്. ചെറിയ ഫാത്തിക്കുട്ടി ഉണ്ടാവും, ആ റോസാപ്പൂ പോലത്തെ കവിൾത്തടം, ചെറിയ കുഞ്ഞ്, അതൊരു 3-ാം വയസ്സിൽ 4-ാം വയസ്സിൽ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ മത്സ്യം മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ച്, ഇതാ ഇപ്പം ഈ കുട്ടികൾ എന്തോ അറിയുമ്പോൾ ആദ്യം തൊട്ടോക്കും, പിന്നെ അന്ന് രുചിച്ചു നോക്കല. അതുകൊണ്ടാണ് മണ്ണിരനെല്ലാം ബബൂള് മാതിരി ആന്ന് വയലിടും. അത് കുട്ടികളുടെ ഒരു ട്രെൻഡാണ്. കുട്ടികൾ എന്താണെന്ന് ആദ്യം തൊട്ടോക്കും, പിന്നെ ടേസ്റ്റ് നോക്കല. എന്നിട്ടും മനസ്സിലായിട്ടില്ലെങ്കിലാണ് ഇതെന്താന്ന് ചോദിക്കുള്ളൂ കുട്ടികൾ. അപ്പോൾ ഈ ഫാത്തിക്കുട്ടി 4 വയസ്സുള്ള ചെറിയ ചോട്ട അത് ചോദിച്ച്, ഇതെന്താമ്മ, തൊട്ടേരൻ്റെ ഉമ്മ, ഇതെന്താമ്മ. അപ്പോൾ ഉമ്മ നേരത്തെ മാങ്ങ ഉപ്പിലിട്ടേരോ എന്ന് ഭർത്താവ് ചോദിച്ചുകൊണ്ട് മാങ്ങ മുറിക്കുന്ന സമയത്ത് വിരൽ ചെറുങ്ങനെ ചെത്തിപ്പോയത് കൊണ്ടുള്ള വേദനൻ്റെ ചൂട് ഈടെ തീർക്ക് നോക്കണേ. ഇതെന്താമ്മ, മത്തി. എന്ത് മത്തി എന്നാ പറഞ്ഞത് സംഭവം? അതെന്താ ഇപ്പം പറഞ്ഞേ? ഇതെന്താ സംഭവം? മത്തി. അപ്പം ഈ കുട്ടി വീണ്ടും നിഷ്കളങ്കത കൊണ്ട് ചോദിച്ച്, മത്തി എന്ന് പറഞ്ഞാൽ എന്താ? കത്തി കണ്ടനാ, കത്തി. ഇനി മേല ഒരു സാധനം ഈ കുട്ടി ചോദിക്കൂല. ദയവ് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. കുട്ടികളോട് ചില ഉപ്പമാർ ഇപ്പോഴും ഉണ്ട്, ഈ ആധുനിക കാലത്തും ഉണ്ട്. എന്ത്, ഞാൻ വീട്ടിൽ കയറിയാൽ ഉസ്താദേ പിള്ളറൊന്നും പിന്നെ മിണ്ടൂല. അതൊരു പെരുമ്പാമ്പ് കയറിയാലും അങ്ങനെ തന്നെ ആരും മിണ്ടവും ചെയ്യില്ല. പെരുമ്പാമ്പെന്ന ചേര കയറിയാൽ മതി, ആരും മിണ്ടൂല. അതൊന്നും വലിയ കാര്യമല്ല. മുത്തുനബി വീട്ടിൽ കയറിയ പിള്ളേരിൽ ഓടി വരത്താം. മുത്തുനബിനേക്കാൾ വലിയ ആളാവാൻ നോക്കണ്ട കേട്ടാ. ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളേർ മിണ്ടൂല. ഓഹോ, വലിയ കാര്യമായിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നീ വീട്ടിലെത്തിയ കുട്ടികളുടെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ നീ ഒരു കുട്ടിയാവണമെന്ന്. അങ്ങനെ ആവേണ്ടത്. രാവിലെ കുട്ടികൾ വിളിക്കുന്ന കോലം കണ്ടിനാ പിള്ളേരെ. ഇംഗ്ലീഷ് മീഡിയമൊക്കെ ഇപ്പം തുറന്നാൽ കുട്ടികളുടെ ഗതികേട് തുടങ്ങും. ഫുൾ അനൗൺസ്മെൻറ്റ് മാത്രം. എടുത്തോ ലൈസൻസ് എടുത്തോ, പുക പരിശോധിച്ച പേപ്പർ എടുത്തോ, ഫുള്ള് ചോദ്യം, റിക്വസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഫുൾ കമൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് കുട്ടി മൂത്രയിച്ചു പോയില്ലെങ്കിൽ അതിനും കിട്ടും. ചെയ്താൽ മൂത്രയിച്ചില്ല, ആവും കിട്ടും. എന്തെല്ലാം പറയുക. രാവിലെ ആദ്യം കേൾക്കുന്ന സൗണ്ട് ഇതാണ്. ഈ കുട്ടി എങ്ങനെയാ ക്ലച്ച് പിടിക്കൽ, പച്ച പിടിക്കൽ, ചാവടിക്കും ഇങ്ങനെ ഫുൾ. പോ അടുത്തവാ, ഇതെന്താ കോയിൻ ഇറക്കാൻ വിളിക്കുന്നയാ. തടകാത കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവുക. കഥകളെല്ലാം പറഞ്ഞു കൊടുക്കണം പിള്ളേർക്ക്. ഗസാലിമ പറഞ്ഞല്ലേ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തത്, കുട്ടികൾ നന്നാവാനുള്ള മൂന്നാമത്തെ കാര്യം, ബഹുമാനിക്കപ്പെടേണ്ട ആരൊക്കെ ഉണ്ടോ അവരോടുള്ള ബഹുമാനം കുട്ടികൾക്ക് ചെറുപ്പത്തിലേ കൊടുക്കണം. ഉപ്പാനോടുള്ള ബഹുമാനം ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ടത് ഉമ്മയാണ്. നീ എന്താ ഉപ്പാനോട് പറഞ്ഞത്? നീ എന്താ ഉപ്പാനോട് പറഞ്ഞത്? ഉപ്പ ആരാന്ന്? നീ എൻ്റെ ജീവിതം നോക്കിക്കോളാം, ടൂറിന് പൈസ ഞാൻ ഉണ്ടാക്കിക്കോളാന്നാ. നീ ഉമ്മാൻ്റെ മുമ്പിൽ വലിയ ആളും ഉപ്പാൻ്റെ അടുത്ത് ഭയങ്കര സംഭവമാണല്ല. ഉമ്മാനടക്കം പോറ്റിയിട്ട് കഷ്ടപ്പെടുന്ന ആളല്ലടാ ഉപ്പ. അന്ന് ഉപ്പ ജോലി നഷ്ടപ്പെട്ടപ്പോൾ എങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണോ ഈ കുടുംബത്തിന് 2 അറ്റം മുട്ടിച്ചത്. 10-20 കൊല്ലം സൗദിയിൽ അധ്വാനിച്ചിട്ടാണ് ഈ പൊര ഉണ്ടാക്കിയത്. നീ എന്താ ഉപ്പാനോട് പറഞ്ഞത്?
ഉപ്പ ഇന്നലെ കൊണ്ട വെയിലല്ല മോനെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തണല്. എനിക്ക് ഉപ്പാനെ കണ്ടുകൂടാന്നാ? നീ എന്താ ഉപ്പാനെ പറഞ്ഞ അയാളെന്നോ? അതാരാ പഠിപ്പിച്ചു കൊടുക്കണ്ട? ശരിക്ക് ഉമ്മയാണ്. ഉപ്പാനോടുള്ള ബഹുമാനം ഏറ്റവും കൂടുതൽ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മയാണ്. അല്ലാണ്ട് എന്തല്ല നീ എന്തിനാ കരീത്? അയാൾ ചൂടായന്. അയാൾ ആര്? ഉപ്പയാ. സഹിക്കുമോനെ, ഉമ്മ 25 കൊല്ലായി സഹിക്കുന്നു. അടിപൊളി, അടി പൊളി. ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത് ഉപ്പാനെ കുറിച്ച്. ഉമ്മാനോടുള്ള ബഹുമാനം ആരാ കൂടുതൽ കൊടുക്കേണ്ടത്? ഉപ്പയാണ്. നിനക്ക് ഉമ്മാനൊരു വിലയില്ല. ഞാൻ വരുന്ന സമയത്ത് ഗൾഫിൽ നിന്ന് വരുമ്പോൾ നീ ഭയങ്കര സംഭവമാണ്, സൂഫിയാണല്ലോ. മോനെ, പമ്പേഴ്സൊന്നും ഇല്ലാത്ത കാലത്ത് ഉമ്മാൻ്റെ മടിയിൽ കാഷ്ടിച്ച് മൂത്രയിച്ചിട്ടല്ലേ നീ അത് പഠിച്ചെന്നെ. മോൻ ഇന്ന് ടോയ്ലറ്റിൽ പോയാൽ ഇടത്തേക്ക് കൈകൊണ്ടല്ലേ വൃത്തിയാക്കൽ നജസിൻ്റെ ഭാഗം. വലത് കൈ കൊണ്ട് മോൻ്റെ നജസ് ഒരാൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഉമ്മ മാത്രമല്ലേ? ആ ഉമ്മ എനിക്ക് വിലയില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഉമ്മ മരിച്ചു പോയാൽ ഉമ്മാന്ന് വിളിക്കാൻ പറ്റിയ ഒരാളില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ വീട്? കുറേ AC-യും കുറേ ബാത്റൂം അറ്റാച്ച്ഡ് റൂമൊക്കെ. ഉമ്മയില്ലെങ്കിൽ തീർന്നടാ. നിവർന്ന് നിൽക്കാൻ നിനക്ക് പഠിപ്പിച്ചെന്നത് ഉമ്മയല്ലടാ. ഉമ്മ മരിച്ചാൽ കണ്ണിൻ്റെ കാഴ്ച പോകുന്ന പോലല്ലേ? മോന് ഉമ്മാനോടെന്താ പറയലങ്ങനെ? അങ്ങനെ പറയണം. അല്ലാണ്ട് എന്തോ പറയരുത്. എന്താടാ, ഉപ്പ വിട്ടാലും ടൂറിന് പോകണ്ട, ഉമ്മാക്ക് സമ്മതമില്ല എന്ന് പറഞ്ഞേന്. ആരാ പറഞ്ഞ? ഉമ്മ തന്നെ. അല്ലോ മോനെ, ഉപ്പ ദുനിയാവിൽ നിന്ന് ചെയ്ത ആകെയുള്ളൊരു തെറ്റ് നിൻ്റെ ഉമ്മാനെ കെട്ടി എന്നുള്ളതാണ്. അടിപൊളി. ഇനി പള്ളിയിൽ ഉസ്താദിനോടും മദ്രസയിൽ ഉസ്താദിനോടുള്ള ബഹുമാനം ആരാ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഉപ്പിയമ്മയാണ്. നീ എന്താടാ ഉസ്താദ് എന്നോട് ഹോംവർക്ക് ചെയ്യാത്തതിന് ചൂടായ? നമ്മൾ ആ ഉസ്താദിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ നാളെ മദ്രസയിലേക്ക് അയക്കുന്ന പിള്ളറ. ഉപ്പാനോടും ഉമ്മാനോടുള്ള ബഹുമാനം കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരാ? മദ്രസയിൽ ഉസ്താദ്. ഉസ്താദ് പറയാണ് ആരാ മോനാ? മറ്റേയാളെ കണക്കന്നെ എന്ന് പറയുകയാണെങ്കിൽ ഇനി എന്തിനാ മദ്രസയിൽ കുട്ടികൾക്ക് ഉപ്പയെയും ഉമ്മയെയും ബഹുമാനിക്കണം? ഇതെന്തിനാ പഠിപ്പിക്കുന്നു? അപ്പോൾ ബഹുമാനിക്കേണ്ട എല്ലാ വ്യക്തികളോടുള്ള ബഹുമാനം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കണം. അതാണ് മൂന്നാമത്തത്. 4, 5 സിമ്പിളാണ്. നാലാമത്തത്, കുട്ടികൾ അനുസരണ ഉള്ളവരാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടതും സഹായിക്കേണ്ടതും സ്വന്തം മാതാപിതാക്കളാണ്. ആരോടും മക്കളെക്കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കരുത്. ഒരാജിക്ക് ഒരു മോനെ കൂട്ടിയിട്ട് വരുമ്പോൾ സദർ ഉസ്താദോ ഖത്തീബ് ഉസ്താദോ ചോദിച്ച്, ഇത് അജരെ മോന? ആ മോനാന്ന് പറയാം. അതിലെന്നെ എല്ലാം ഉണ്ട്. ഒരാളെ മുമ്പൊന്നും കുട്ടികളെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. ഒരാളെ മുമ്പൊന്നും. നമ്മളെ മക്കളെ അനുസരണയുള്ളവരാവാൻ ഏറ്റവും കൂടുതൽ മക്കളെ ഹെൽപ്പ് ചെയ്യേണ്ടത് ഉപ്പിയുമ്മയാണ്. ഉദാഹരണത്തിന് ടൂറിന് വിടാത്തോണ്ട് ഓന് കുറച്ച് ചൂടിലാണ് ഉള്ളത്. 8ാം ക്ലാസ്സിലെ ഫയാസ്. ആ സമയത്ത് 1 കിലോ തക്കാളി വാങ്ങിയിട്ട് വാടോ എന്ന് പറഞ്ഞാൽ ഓൻ പോകൂല എന്ന് ഉറപ്പാണ്. ആ സമയത്ത് പറയാണ്ടിക്കുക. ഇത് എൻ്റെ വക പറയണതാ അല്ല. ഹദീസിൽ കാണാം, റഹിമല്ലാഹു വാലിദൻ, ഒരു ഉപ്പാക്കുമാക്കും നീ റഹ്മത്ത് ചെയ്യണേ എന്ന്. ആ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പ്രത്യേകത എന്താ? ആന വലദഹു അല ബിർരിഹി. ആ ഉപ്പയും ഉമ്മയും മക്കൾ അനുസരണയുള്ളവരാവാൻ വേണ്ടി ഓരെ ഹെൽപ്പ് ചെയ്യുന്നു. ഉപ്പ മോനോട് പറഞ്ഞ് ഞാൻ പീടിയെ പോയിട്ട് വരുമ്പോൾ 20 തേങ്ങ ഉരിച്ചിട്ട് വരണമെന്നു. ഓനാണെങ്കിൽ എന്തോ ഫൈനലാ, ഫുട്ബോൾ ടൂർണമെൻറ്റോ കളിക്കാൻ പോകുന്ന തിരക്കിലാണ്. 20 എണ്ണം ഉരിച്ചിട്ട് പോകുമ്പോൾ ഓൻ്റെ ടൈം ലേറ്റാവും. അന്നേരം ഉമ്മ ഹെൽപ്പ് ചെയ്യുക. ഉമ്മ 10 എണ്ണം ഉരിച്ചാരാ, മതി. ഉപ്പ വിചാരിച്ചോട് നീ എന്നെ 20 ഉരിച്ചു. ആ ഉമ്മ അല്ലാണ്ട് എന്തല്ല. സദർ ഉസ്താദ് ഖത്തീബ് ഉസ്താദോ എന്തോ ഒരു ആവശ്യത്തിന് വീട്ടിൽ എത്തി. മോനെ കണ്ടേരം നല്ല മോന, അൽഹംദുലില്ലാ പള്ളിയിലൊക്കെ നല്ല സജീവ. അങ്ങനെ പറഞ്ഞ ഉടനെ ഉപ്പ ഉമ്മാനെ വേക്കോട്ടൊക്കെ നോക്കിയിട്ട് നല്ല മോൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉപ്പാന ഉമ്മ ഇങ്ങനെ സിഗ്നൽ കാണിച്ച് വിളിച്ച്, ഓനെ
ബൂട്ടെല്ലാം കെട്ടിയിട്ട് അവൻ്റെ ബർമുടെല്ലാം ഇട്ടിട്ട് ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ് ടർഫിക്ക്. ഓൻ നല്ല അനുസരണുള്ളതെന്നല്ല ഉസ്താദ് പറഞ്ഞത്. ഓനിപ്പോൾ ദഫിൻ്റെ ലീഡർ, സ്കൗട്ടിൻ്റെ ക്യാപ്റ്റനെല്ലാം ആയിട്ടുണ്ട്. ഓൻ നമുക്ക് ഒന്ന് നോക്കി നോക്കാം. നിങ്ങളൊന്ന് പീടിയിൽ പോയാൽ പറഞ്ഞു നോക്കിയേ, 1 കിലോ തക്കാളി വാങ്ങാൻ, 1 കിലോ തക്കാളി വാങ്ങാൻ ഒന്ന് പറഞ്ഞു നോക്ക്. പോവാൻ നോക്കാമല്ലോ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്. ഉസ്താദിനെ കണ്ടപ്പോൾ ലുങ്കി ഉടുത്തതാണ് ഓനൊന്ന് പറഞ്ഞു കൊടുക്കും. ശരിക്കും ഫ്രിഡ്ജിൽ 3 കിലോ തക്കാളി സ്റ്റോക്ക് ഉണ്ട്. പിന്നെ എന്തിനാ ഇപ്പോൾ 1 കിലോ തക്കാളി വാങ്ങാൻ അയക്കുന്നത്? ഓൻ അനുസരണ ഇല്ലാന്ന് തെളിയിക്കാൻ. അങ്ങനെ ചെയ്യല്ലേ എന്ന് ഇസ്ലാം അനുസരിച്ചിട്ട് നിങ്ങളെ മക്കളെ വളർത്തി നോക്കിയേ, ഷുവർ റിസൾട്ട് ഉണ്ടാവും. നമ്മളെ വികാരത്തിനനുസരിച്ചിട്ടല്ല പിള്ളേരെ വളർത്തേണ്ടത്. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇട്ടിട്ട് ഉപ്പ പൊട്ടണ പോലെ അത് മദ്രസയില ഈ മോനെങ്ങനെ നന്നായി പറയും. ഉപ്പ അർജൻറ്റീന ഫാൻസ് ആണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മകൻ ഫ്രാൻസെങ്കിലും ആണ്ടേ, ഇല്ലെങ്കിൽ മോശമല്ലേ? വടി വളഞ്ഞാൽ നിഴലും വളയും. വേറെ വർത്താനൊന്നും ഇതിൽ പറയാനില്ല. വെറുതെ ഒരു ചോദ്യം ചോദിക്കുക, ഉത്തരവൊന്നും വേണ്ട. നമ്മളെ പിള്ളേർ നമ്മളെ കൂടുതൽ സമയം കാണുന്നത് ഫോൺ യൂസ് ചെയ്യുന്നതായിട്ടാണോ ഖുർആൻ ഓതുന്നതായിട്ടാണോ? നിങ്ങളുടെ റിയാക്ഷൻ ഏത് ഇമോജിയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 90% നിങ്ങൾ താഴേക്ക് നോക്കിയിട്ട് ചെരുപ്പ് കാണുന്നില്ലല്ലോ കുറേ ചെരുപ്പ്. 10% ആൾക്കാരുടെ മറുപടിയും കൂടി ഞാൻ പറയാം. അത് പിന്നെ ഫോണ് ഈ കാലത്ത് പിന്നെ ഉസ്താദിന് എന്തോ ചോദ്യമാണ്. അത്രയാ എനിക്കും അങ്ങനെ തന്നെ അത്രയേ ഉത്തരം പറയാൻ കഴിയും. നമ്മൾ എന്താണ് ഒറിജിനൽ കോപ്പി ആയിട്ട് ജീവിക്കുന്നത് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റായി പിള്ളേരുണ്ടാവുള്ളൂ. പിള്ളേർ ആൻസറിനുള്ളവരാവാൻ നമ്മൾ കുറേ ഹെൽപ്പ് ചെയ്യണം. ഒരിക്കലും അവർക്കെതിരെ ശാപ പ്രാർത്ഥന നടത്തരുത്. ഒരു കുട്ടി 40 കൊല്ലം കള്ളു കുടിച്ചു. ഒരു ഉദാഹരണം, ആ 40 കൊല്ലം കള്ളു കുടിച്ചതിനേക്കാൾ ചിലപ്പോൾ ദുരന്തം ഉണ്ടാവും. ഒരു ഉപ്പ നീ ഒന്ന് നന്നാവൂലടാ, നീ ഒന്ന് കുണം പിടിക്കൂല എന്ന് പറഞ്ഞിട്ട് ശാപപ്രാർത്ഥന നടത്തിയ ആ 1/2 മിനിറ്റ് ഉണ്ടല്ല, ആ 1/2 മിനിറ്റ് ആയിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം. ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിൽ കാണാം, നമ്മളെ മക്കളെ വളർത്തിയ രീതിയിലല്ല അവർ വളരുന്നത്, നേരെ ഉൾട്ടയായിട്ടാണ് അവൾ വളരുന്നത്. മുടി നീട്ടി വളർത്തുന്നു, ഡ്രസ്സൊക്കെ ഒരുമാതിരി ഫാഷനാക്കുന്നു, കോസ്മെറ്റിക്സൊക്കെ വാരി തേക്കുന്നു. ഒരിക്കലും നിങ്ങൾ അവർ നന്നാവില്ല എന്ന് വിചാരിക്കരുത്. ശാപപ്രാർത്ഥന നടത്തരുത്. ലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളെ മക്കൾക്കെതിരെ അങ്ങനെയൊന്നും ദ്വാരക്കരുത്. പിന്നെ അവർ നന്നാൻ വേണ്ടി ദ്വാരക്കേ വേണ്ടത്. ഒരു കുട്ടി ഓൻ്റെ ഭാര്യനും കൂട്ടിയിട്ട് ബീച്ചിൽ പോയി. അതിനെന്തിനാ ഉമ്മ ചൂടാകുന്നത്? എല്ലാ ബീച്ചിൽ പോകുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് കൗണ്ടർ ടിക്കറ്റ് എടുക്കണമെന്നുണ്ടോ? ഓൻ ബീച്ചിൽ പോയത് എന്തിനാ? ഭാര്യൻ്റെ മടിയിൽ തലയില വെച്ചിട്ട് കിന്നാരം പറയാനാണ്. നിങ്ങളെ മടിയിൽ 2 കൊല്ലം കടന്നിട്ടല്ലേ പാല് 2 കൊല്ലം കുടിച്ചത്. ഇപ്പോൾ അവിടെ തന്നെ കിടക്കല. അപ്പോൾ പിള്ളേർ ഹലാലായ ആസ്വാദനത്തിൽ ഏർപ്പെടുമ്പോൾ അയിമലും ഇരുമ്പൊലക്ക പോലത്തെ നിയമറക്കരുത്. കുട്ടികൾ നന്നാവട്ടെ, പിള്ളേർ വളരട്ടെ. ഞാനിത് കിതാബല്ലേ പറയണത്. പിള്ളേരെ ശപിക്കരുത്, ലാനത്ത് ചെയ്യരുത്, നന്നാവില്ല എന്ന് പറയരുത്. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോന് തീരെ പറഞ്ഞനുസരിക്കണില്ല. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹുവിന് ചോദിച്ചു, നീ എന്തെങ്കിലും മോനിക്കെതിരെ ദ്വാരന്നിട്ടുണ്ടോ? ഓൻ നന്നാവില്ല എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഉണ്ടോ? എന്നാൽ വിട്ടോളി, ഓൻ നന്നാവില്ല, വേറെ വർത്താനൊന്നുമില്ല. അപ്പോൾ നമ്മളെ മക്കൾക്കെതിരെ ദ്വാ ചെയ്യരുത്. 5ാമത്തെ കാര്യം പറഞ്ഞാൽ എൻ്റെ സംസാരം നിർത്തുന്നു. മക്കൾ നന്നാവാൻ എപ്പോഴും നമ്മൾ അവരുടെ ഹൈറിന് വേണ്ടി ദ്വാരക്കണം. 5 വക്ത നിസ്കാര ശേഷം ഹൈറായ മജ്ലിസുകളിൽ പാതിരാത്രി എഴുന്നേറ്റിട്ട് നല്ലവരോട് നമ്മൾ ദ്വാരക്കാൻ പറയാം. ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ കിട്ടിയാൽ മക്കൾ നന്നാവാൻ എപ്പം ദ്വാരക്കണം. പ്രത്യേകിച്ച് പുതിയ കാലത്ത് ഏറ്റവും നല്ല പരിഹാരം അതാണ്. ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ സംസാരം നിർത്തും. സ്വാലിഹായി ജീവിക്കുന്ന ഒരു വാപ്പ, ആ വാപ്പാൻ്റെ അടുത്ത് നാട്ടുകാരായ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഇമാം ഷാറാനി റഹിമഹുല്ലയുടെ ഹാദിൽ ഹാഇരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന കിതാബിലുണ്ട് ഈ ചരിത്രം. വാപ്പാൻ്റെ അടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ കള്ളു കുടിച്ച് മസ്തായിട്ട് കിടക്കുന്നത് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. വാപ്പ പറഞ്ഞു, ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല അത്, കാരണം എൻ്റെ മോനെ അങ്ങനെയല്ല വളർത്തിയത്. നിങ്ങൾക്ക് എന്നോടും മോനോടും കുടുംബത്തോടൊക്കെ അസൂയ ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി, എൻ്റെ മോൻ കള്ളൊന്നും കുടിക്കൂല. വളരെ ആത്മാർത്ഥതയോടുകൂടി മോൻ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വാപ്പൻ്റെ അടുത്ത് പരാതി പറഞ്ഞ് തിരിച്ചു പോരുന്ന നാട്ടുകാർക്ക് ഭയങ്കര വിഷമമായി. ഇയാൾ ഇങ്ങനെയാണോ പ്രതികരിക്കുക എന്നുള്ളിടത്തോളം.
കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ കുട്ടി കള്ള് കുടിച്ച് മസ്തിലായിട്ട് കിടക്കുന്ന കണ്ടപ്പോൾ ഈ കുട്ടീനെ, ഈ ചെറുപ്പക്കാരനെ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ വാപ്പാൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് വാതിൽ മുട്ടിയിട്ട് പറഞ്ഞു ഒരു സമ്മാനം ഉണ്ട്. നോക്കുമ്പോൾ മോൻ്റെ വായനിങ്ങനെ ഒരാൾക്ക് വരുന്നുണ്ട്. കള്ള് കുടിച്ചിട്ടുണ്ട് ബോധ്യമായി. ഈ വാപ്പ പൊട്ടി പൊട്ടി കരഞ്ഞു. കുറേ നേരം കരഞ്ഞു, ഒരുപാട് നേരം കരഞ്ഞു. ആ കരച്ചിലിനൊടുവിൽ ആ വാപ്പ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം എന്തായിരുന്നറിയാം? അന്ന് രാത്രി പാതിരാത്രി എഴുന്നേറ്റിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് അള്ളാൻ്റെ അടുത്ത് ദുആയിരുന്നു. ഞാൻ എത്ര തർബിയത്ത് നടത്തിയിട്ടും എൻ്റെ മോനിൽ വളർച്ച മാറ്റില്ല. അള്ളാ, നീ എൻ്റെ മോനെ നന്നാക്കണേ, എൻ്റെ മോനെ സ്വാലിഹാക്കി തരണേ, എൻ്റെ മോനെ നീ നന്നാക്കി തരണേ എന്ന് നന്നായിട്ട് ദുആയിരുന്നു. പിറ്റേന്ന് രാവിലെ കാണുന്ന റിസൾട്ട് മഹാത്ഭുതം. എന്താണെന്നറിയാം? ആ മോൻ ജീവിതത്തിൽ ഒരു തുള്ളി മരണം വരെ കള്ളു കുടിച്ചിട്ടില്ല. ഉപ്പാൻ്റെ ആത്മാർത്ഥമായ ദുആ. ഇതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. ഡി അഡിക്ഷൻ സെൻറ്ററിനേക്കാളും കൺസൾട്ടിങ് കൗൺസിലിങ്ങിനേക്കാളും ഏറ്റവും നല്ല പരിഹാരം രാജാവായ റബ്ബിനെ ആത്മാർത്ഥമായി ഉപ്പയും ഉമ്മയും ഏൽപ്പിക്കലാണ്. അത്ഭുതങ്ങളുള്ള കുറേ ചരിത്രങ്ങൾ ഇനിയുമുണ്ട്. ഞാൻ എൻ്റെ സംസാരം നിർത്തി. അള്ളാഹുവെ, നമ്മുടെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നീ കബൂലാക്കണേ റഹ്മാനെ. ഇതിന് സാരഥ്യം വഹിച്ച, സംഘാടനം വഹിച്ച എല്ലാ കൂട്ടുകാർക്കും നീ സ്വർഗം നൽകണേ റഹ്മാനെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. നമ്മുടെ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. ഇവിടെ പങ്കെടുത്ത ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നീ പൂർത്തിയാക്കണേ റഹ്മാനെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കണേ അല്ലാഹുവേ. അപകട മരണങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട രോഗങ്ങളിൽ നിന്നൊക്കെ നീ നമുക്ക് ഹിഫ്ള്, സലാമത്ത്, കാവൽ നൽകണേ റഹ്മാനെ. കാഷ്ടത്തിലും മൂത്രത്തിലൊക്കെ കിടന്ന് നരകിച്ച് ഇയാളൊന്നും മരിച്ചാൽ മതിയായിരുന്നു എന്ന് നാട്ടുകാർ ചിന്തിക്കേണ്ട ഒരു രോഗവും നമുക്ക് തരല്ലേ അല്ലാ. അവസാനത്തെ വക്ത് വരെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ആരെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ റഹ്മാൻ. മരണപ്പെട്ടു പോയ ഉപ്പക്കും ഉമ്മക്കൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന ചെയ്തവരുണ്ട്. എല്ലാവരുടെയും സ്വതക്കകൾ സ്വീകരിച്ച് ആ ഉപ്പൻ്റെയും ഉമ്മൻ്റെയും ഖബർ നീ സ്വർഗ്ഗാക്കണേ റഹ്മാനെ. നമ്മളൊക്കെ മരിക്കുമ്പോൾ ആഖിബത്ത് നന്നായി, ഈമാൻ സലാമത്തായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മൗത്താക്കണേ റഹ്മാനെ. നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് നമ്മളെ മക്കളാണ്. നമുക്ക് തന്ന മക്കൾ, തരുന്ന മക്കൾ, പേരക്കുട്ടികൾ എല്ലാവരെയും സ്വാലിഹീങ്ങളാക്കി തരണേ റഹ്മാനെ. ഖിയാമത്ത് വരെയുള്ള നമ്മുടെ ജനറേഷൻ പരമ്പര മുഴുവനും സ്വാലിഹീങ്ങളുടെ പരമ്പരയാക്കണേ റഹ്മാനെ. ഇവിടെ ഉള്ള ഓരോരുത്തർ ചെയ്യുന്ന മേഖലകൾ, ബിസിനസ്, എല്ലാത്തിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അവരവരുടെ ക്രയവിക്രയങ്ങളിൽ, ജോലികളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. കടമുള്ളവർക്ക് വീട്ടാനുള്ള വഴി എളുപ്പമാക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനെ. പഠിക്കുന്ന മക്കൾക്ക് നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാ. എല്ലാ എക്സാമുകളിലും നല്ല വിജയം നൽകണേ റഹ്മാനെ. ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ മജ്‌ലിസ് ആക്കല്ലേ അല്ലാ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സംഘാടകരായ കൂട്ടുകാർ നിങ്ങൾക്ക് കവർ വിതരണം ചെയ്യുന്നുണ്ട്. നല്ല സംഭാവനകൾ നാളെയും മറ്റന്നാളുമായി നൽകി ഈ ദീനീ പ്രവർത്തനങ്ങൾക്ക്, ഹൈറായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളൊക്കെ നല്ല പിന്തുണ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തി, നിങ്ങളുടെയൊക്കെ ദുആയിൽ കൊച്ചു മുത്തഅല്ലിമായ എന്നെ കൂടി ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.